മെന്റലിസ്റ്റ് ഇന്നത്തെ വിഷയം. മെന്റലിസ്റ്റിന് ബീജം ഒന്നും കൊടുക്കണ്ടല്ലോ, അങ്ങ് കേറി വരാൻ പറയാം. ബീജം കൊടുക്കണം. എന്ത് എടാ ബീജം കൊടുക്കാൻ മെന്റലിസ്റ്റിന് എന്ത് ബീജം? ഞാൻ ചോദിക്കുന്നത് മെന്റലിസ്റ്റായിട്ട് ബന്ധപ്പെട്ട എന്ത് ബീജമാണ് ഈ ലോകത്തുള്ളത്? മെന്റലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്താ ബീജം ഉള്ളത്? ചാറ്റ് പറ, ഒരു ബീജം പറഞ്ഞ ചക്കന്. എടാ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ കാണുമ്പോ പൊട്ടനെ പോലെ നിക്കുന്ന ഇങ്ങനെ നോക്കണ്ട. ഞാൻ ഇവൻ വന്നിട്ട് ഒരു 1-2 മണിക്കൂർ, വൈകുന്നേരം അല്ല, ഒരു രാത്രി ഇരുട്ടായപ്പോ ഇവൻ വന്നത്. ഈ 2-3 മണിക്കൂർ ഇവൻ നമ്മളെ ഇട്ട് കളിപ്പിച്ചത് മോനെ. ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടിട്ട് പറ. എല്ലാം ഇടുന്നവരെ ഇവൻ തന്നെ ഡബ്ല്യു പിടിപ്പിക്കും. നോക്കിയാൽ ഞാൻ വെറുതെ പറയുന്നത്, എന്റെ ഉമ്മ സത്യം. നിങ്ങളെ മിക്കവാറും സ്ക്രിപ്റ്റ് എന്ന് പറയും അമ്മാതിരി സാധനങ്ങളാണ് ഇവൻ ചെയ്യുന്നത്. കാര്യം അത് ചെയ്ത് തന്നെ പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ, ചെയ്തത് പിന്നെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവന്റെ കുറെ സാധനങ്ങൾ ഉണ്ടെന്ന് പറയും ഇവൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ മുത്ത, നിങ്ങൾ എന്തായാലും സ്ക്രിപ്റ്റ് എന്ന് അറിയും. പക്ഷെ എന്റെ ഉമ്മ സത്യം, നമ്മളെ സ്ക്രിപ്റ്റ് അല്ല പാടെ എല്ലാരും വന്ന് ഉമ്മ സത്യം എന്ത് സത്യമാണ് കിട്ടോ, മോനെ. എടാ സത്യം ഇടുന്നില്ല ആരും. ഇവന്റെ അക്കൗണ്ട് ആണ്, നിന്റെ അക്കൗണ്ട് കാണിച്ചു കൊടുത്തത്. ഇവന്റെ ഷർട്ടിൽ ഇവന്റെ അക്കൗണ്ട് ഉണ്ട്. ഇതാണ് ഇവന്റെ അക്കൗണ്ട്. എടാ സംഭവം സ്ക്രിപ്റ്റ് അല്ല. ആൾക്കാർ ഇവൻ എന്നോട് എന്താ പറഞ്ഞറിയോ, ആദ്യം വന്നവരോട് പറഞ്ഞ ഞാൻ ഇത് ചെയ്തത് എന്റെ ലൈവില് മൊത്തം ആൾക്കാർ സ്ക്രിപ്റ്റ് എന്നേ പറയും. അങ്ങനെ ഇവൻ എന്നോട് വന്നിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ആദ്യമേ പറയുന്നത് സംഭവം നമ്മൾ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ ഇവനെ വെച്ചൊരു സംഭവം ചെയ്തടാ, ഈ കുക്കിനെ വെച്ച് ഇവനൊരു സംഭവം ചെയ്ത ഒരു നായ്ക്കുട്ടി കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചോ ഇവനൊരു നായ്ക്കുട്ടിനെ പേടിക്കുന്നത്. എടാ നീ ഇതാക്കിയാൽ നിനക്ക് ഓർമ്മയില്ലേ? ഓർമ്മ ഉണ്ടാവില്ല. എടാ എന്റെ ഉമ്മ സത്യം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി അല്ലേ ഇത്. ഓക്കെ നമ്മളെ തന്നെ ചെയ്തിട്ടില്ല, ഇവനെ ചെയ്ത്, പിന്നെ ആരെ ചെയ്ത്, ആദില ചെയ്ത്, പിന്നെ ആരെ ചെയ്ത്, റാംബോനെ ചെയ്ത്. മോനെ കിഡില്ല സാധനം. ഓക്കെ എന്തായാലും ഇവൻ പെർഫോം ചെയ്യട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ ഇത്ര സമയം ചെയ്തോന്ന് ഇനി ഒരിക്കൽ കാണിക്കാൻ പറ്റില്ല. ഇത്ര സമയം ഞാൻ കണ്ട ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇനി അടുത്ത് ഇവന്റെ കയ്യിലുള്ള സാധനങ്ങൾ ഇവന് എടാ സ്ക്രിപ്റ്റ്. ഇത് എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ മുത്ത, എന്റെ പേരെന്തേനും വിഷ്ണു. ഈ അല്ല ഇവര് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നോക്കണ്ട. നീ കോൺഫിഡന്റ് ആയിട്ട് നിന്റെ പണി നീ ചെയ്തോ. ഓക്കെ അത് നോക്കണ്ട. ചാറ്റിലേക്ക് ഈ കൊടുക്കിടോ പിന്നെ മൈക്കടെ നോക്കുക. അതാരാ സൂപ്പർ ചാറ്റ് ചെയ്താ? എടാ ലൈവില് ഫുള്ള് നിക്ക് ഹിപ്നോസിസ് ചെയ്യും. നിങ്ങൾ ലൈവില് ഫുള്ള് നിന്ന് സാധനം കാണാം, ലൈവായിട്ട് കാണാം. കുറെ ആൾക്കാർ എന്റെ ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹിപ്നോസിസ് ലൈവായിട്ട് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. സാധനം ലൈവിൽ തന്നെ കാണിച്ചു തരും, ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. പക്ഷെ ലൈവ് കഴിയുന്നവരെ നിങ്ങൾ നിൽക്കണം. ഞാൻ കണ്ടിട്ടില്ല കേട്ടില്ല എന്ന് പറയാം. സോ ലൈവ് കഴിയുന്നവരെ നിൽക്കുന്ന സാധനം കാണിച്ചു തരും ഒറ്റ മൈൻഡ്. പറയുന്ന ആൾക്കാരിൽ ഡബ്ല്യൂ പറയണം, എല്ലാം പറയുന്ന ആൾക്കാർ ഡബ്ല്യൂ പറഞ്ഞു. ഞാൻ എന്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം, എന്റെ അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും. പീടുന്ന മാസ്ക് മാറ്റൂലടാ. കാരണം ഞാൻ ഫേസ് റിവീൽ ചെയ്യില്ല. നമുക്ക് സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫേസിന്റെ ആവശ്യമില്ല. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചത്. കാരണം ഞാൻ മാസ്ക് മാറ്റൂല. നമുക്ക് സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഫേസിന്റെ ആവശ്യമില്ല. മാസ്ക് വെച്ച് നമ്മൾ വന്ന മുതൽ ഇവനോട് മാസ്ക് മാറ്റാൻ പറയുന്നത്. ഇവൻ മാസ്ക് മാറ്റൂല. ഇവന്റെ ഐഡന്റിറ്റി പബ്ലിക് ആണെന്ന് ഇവന് ഇഷ്ടമല്ല. ഇവൻ പക്ഷെ ഭയങ്കര എക്സ്ട്രീംലി സ്കിൽഡ് ആണ്. ഇവന്റെ ഹിപ്നോട്ടിസം നിങ്ങൾ കാണണം. ഞാൻ കാര്യം പറഞ്ഞത് നേരത്തെ നമ്മൾ ഫുള്ള് ഇതായിപ്പോയി, ഫുള്ള് അത്ഭുതപ്പെട്ടോ. കാര്യം പറയലാം. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ എല്ലാരും ഡബ്ല്യൂ ചെയ്യുന്നുണ്ട്. എല്ല് കുറയുന്നുണ്ട്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ ലൈവ് ഫുള്ള് കണ്ടാലും മനസ്സിലാവും. ഹിപ്നോസിസ് ചെയ്യാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരും. ലൈവ് എൻഡ് ആവുന്നവരെ ഇത്രയും സ്ട്രീമിലുള്ള ആൾക്കാർ നിൽക്കണം. കാരണം ഇപ്പൊ പറഞ്ഞിട്ട് നിങ്ങൾ ലൈവ് എൻഡ് ആവുന്ന ചെയ്യട്ടെ. അതാണല്ലോ ഞാനൊന്നും പറയുന്നില്ല. ചെയ്യട്ടെ. മോനോ മമ്മു നോട്ടം ബാക്ക് അടിച്ച് നോക്കുന്ന മമ്മു നോട്ടാ. നീ എന്താ നോക്കിയ? നമുക്ക് മമ്മൂനെ തന്നെ ചെയ്യണം. ഫസ്റ്റ് ഇവനെ തന്നെ ചെയ്യാം. ഇവനെ പറയുന്നവര് നിന്നോ, ലൈവ് ഫുള്ള് കാണുക, എന്നിട്ട് പറ. ഓക്കെ മ്യൂസിക് ആറ്റം വേണം. ഇങ്ങനെയൊന്നും വേണ്ട. ഓക്കെ ആദ്യം മമ്മൂന ഇത് വേണോ, സ്റ്റെയർ വേണോ? ജസ്റ്റ് കഴിയുന്നോടോ. ഓക്കെ കുറച്ച് അടുത്തോടുന്നു.
ഓക്കെ. ബോഡി കംപ്ലീറ്റ് റിലാക്സ് ചെയ്യാം. കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യാം. ടേക്ക് ഡീപ് ബ്രീത്ത് ഇൻ ത്രൂ യുവർ നോസ് ആൻഡ് ഔട്ട് ത്രൂ യുവർ മൗത്ത്. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഓക്കെ. നിന്റെ സെലിബ്രിറ്റി ക്രഷിന്റെ പേര് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. എനിക്കറിയാം. ഓക്കെ ഓക്കെ. എടാ അത് വേറെ ഇവിടെ ആയിരിക്കും അറിയാൻ വഴിയുണ്ടോ? എനിക്കല്ലാണ്ട് എനിക്ക് മാത്രം അറിയില്ല. അതന്നെയല്ലേ. ഓക്കെ ഓക്കെ. ഒരാൾക്കും അറിയാത്തൊരു പേര് നിന്റെ മനസ്സിലുണ്ട്. ആ പേരിന്റെ മനസ്സിലുണ്ട്. ആ പേരിന്റെ ആദ്യത്തെ ലെറ്റർ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. അറിയാലോ? ഇംഗ്ലീഷ് അറിയാലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ A to Z കൗണ്ട് ചെയ്യും. ആളുടെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ വന്നു കഴിഞ്ഞാൽ നിന്റെ ചുണ്ടിലെല്ലാം മുഖത്ത് ഒരു റിയാക്ഷൻസ് വേണ്ട. ജസ്റ്റ് നോർമലി നിന്നാൽ മതി. ഓക്കെ. ലൈക്ക് A B C D E F G H I J K L M N P Q R S T. ഓക്കെ 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 ഓക്കെ. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യാം. കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യാം. ഞാൻ നടിയുടെ പേര് മനസ്സിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നിന്റെ ചുണ്ടനക്കണ്ട, മനസ്സിൽ പറയാം. ഓക്കെ. ആളിപ്പോ നിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. ഓക്കെ. എടാ ഇവിടെ നിന്നേടാ, ഇവനാണ് ആ നടിയെന്നൊന്ന് വിചാരിച്ചു. ഒന്ന് ഇമാജിൻ ചെയ്യാം. ജസ്റ്റ് എടാ ഇവനാണ് ആ നടിയെന്നൊന്ന് ഇമാജിൻ ചെയ്യാം. ഇവനാണ് ആ നടി ഇമാജിൻ ചെയ്യാം. ഇവനാണ് ആ നടി എന്നൊന്ന് ഇമാജിൻ ചെയ്യാം. സോ മനസ്സിൽ ആളുടെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യാം. സോ പെട്ടെന്ന് നടീനെ കണ്ട നീ ഹായ് എന്ന് പറഞ്ഞ ആളുടെ പേര് പറയല്ലേ ചെയ്യാം. മനസ്സിൽ പറയാം. ലൈക്ക് ഹായ് 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 ശ്രീ ലീല. ലീല അതല്ലേ പേര്? ശരിക്കും ശരിക്കും ഇവരിത് സ്ക്രിപ്റ്റ് ആന്ന് പറയുമ്പോ നമ്മളെ ആദ്യം പ്ലാൻ ചെയ്തെന്ന് ഇവര് വിചാരിക്കോളാം. ഇത് വേറെ എങ്ങനെയൊക്കെ സ്ക്രിപ്റ്റ് അല്ലാതെ അത് പറയാം. അത് എന്ത് ചെയ്താലും ചാറ്റിൽ വരുവാടാ. അത് അല്ല നീ ടി അല്ല പറഞ്ഞേ. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ എന്റെ അക്കൗണ്ടിൽ ഒന്ന് കയറി നോക്കണം. കുറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റാന്ന് പറയാം. നിങ്ങൾക്ക് ഹിപ്നോസിസ് ലൈവായിട്ട് കാണിച്ചു തരാം. പിന്നെ ക്ലാസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു എന്റെ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എന്റെ നമ്പർ, ഇതാണ് എന്റെ മൊബൈൽ നമ്പർ. സോ നിങ്ങൾ എന്റെ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ അയച്ചു തരാം. സോ നിങ്ങൾക്ക് ഇനി എന്തായാലും ലൈവ് തീരുന്ന വരെ ചാറ്റിൽ സ്ക്രിപ്റ്റ് നടക്കിടക്ക് വന്നോണ്ടിരിക്കും. അത് നോക്കണ്ട. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. നിന്റെ അടുത്ത പരിപാടി നേരത്തെ ചെയ്ത പോലത്തെ ആ നായ്ക്കുട്ടീന്റെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവർക്ക് കാണുന്ന സാധനം ചെയ്യണം. ഇവർക്കും കൂടെ കാണുന്ന ഒരു സാധനം ചെയ്യാം. അപ്പൊ സ്ക്രിപ്റ്റ് ആണെന്ന് പറയൂല. ഒരു സാധനം ഉണ്ട്. എടാ നിങ്ങൾ കാർഡ്സ് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ 4 അല്ലെങ്കിൽ ക്യൂൻ അതിൽ ഏതെങ്കിലും സ്പാം ചെയ്യാൻ വേണ്ടി പറ. 4 അല്ലെങ്കിൽ ക്യൂൻ. കാർഡ്സിനകത്ത് 4 അല്ലെങ്കിൽ ക്യൂൻ. ഏതായാലും അല്ലെങ്കിൽ ക്യൂൻ അതിൽ ഏത് വേണമെന്ന് 4 അല്ലെങ്കിൽ ക്വീന് ഏതെങ്കിലും സ്പാം ചെയ്യും എല്ലാരും. 4 അല്ലെങ്കിൽ ക്വീന്. ക്വീന് 4 ക്വീൻ ക്യൂ. ക്യൂ എന്നിട്ടാ മതി. ക്വീന്റെ ക്യൂ എന്നിട്ടാ മതി. ക്യൂ അല്ലെങ്കിൽ 4. ക്യൂ അല്ലേ 4 കൂടുതൽ. 4 കൂടുതൽ. ഓക്കെ 4 അല്ല ക്യൂ ആ കൂടുതൽ അല്ല. പോളിടണോ? 4 വീക്സ് ചെയ്യാം. എന്നാ പോളിടാം. ഓക്കെ നിക്ക്. എടാ ക്യൂ അല്ലെങ്കിൽ ക്യൂൻ ഓർ 4. അവിടെ ഈ സാധനം ലൈവായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ തന്നെ പറ. പിന്നെ ഇത് ലൈവ് തന്നെ അല്ലടാ. അത് എന്തിനും എടുത്ത് പറയേണ്ട കാര്യം. ലൈവായിട്ട് ചെയ്യാൻ പോകുന്നത് പോൾ ഇട്ടിട്ടുണ്ട്. ക്വീൻ അല്ലെങ്കിൽ 4. ചാറ്റ് സ്പാമേ 4 കൂടുതലല്ലേ? 4 കൂടുതൽ. 75% ആൾക്കാരും 4 ഇട്ട. എന്റെ കയ്യിൽ കുറച്ച് കാർഡ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാ കാർഡ്സും ജസ്റ്റ് ഒന്ന് ഡിഫറെന്റ് അല്ലേ നോക്കും. അടുത്തോട്ടോ. ഇതാ ക്യാമറ. ഇത് എടാ എല്ലാ കാർഡ്സും ഡിഫറെന്റ് അല്ലേ? ഓക്കെ എടാ ഞാൻ ഈ സാധനം ജസ്റ്റ് റിപ്ലൈ ചെയ്യും. ബ്രോ ഇഷ്ടമുള്ള സ്റ്റോപ്പ് പറയാം. വരുന്ന കാർഡ് അവരെ സ്പാം ചെയ്തായിരിക്കും 4 ആയിരിക്കും. ലൈവായിട്ട് ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് ആണെന്ന് പറയും. വേറെ ആരെങ്കിലും എല്ലാരും ജസ്റ്റ് ഇഷ്ടമുള്ള സ്റ്റോപ്പ് ഇതല്ലേ എടുത്ത് നോക്കിയേ. നോക്കിക്കോടാ 4 ആയിരിക്കോടാ. നോക്കിക്കോ. ഒന്നുകൂടി നോക്കട്ടെ. ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കാണിച്ചു കൊടുക്ക. ഓക്കെ അടുത്ത ആള് ജസ്റ്റ് സ്റ്റോപ്പ്. ഓക്കെ സ്റ്റോപ്പ്.
ബ്രോ ഡബ്ല്യു മുത്ത ടാലന്റിന് അംഗീകരിക്കണം. ഡബ്ല്യു സ്പാം ഡബ്ല്യു സ്പാം. ഓക്കെ അടുത്ത ഇതെന്താ കീശയിലിട്ട് കൊണ്ടുപോകുന്ന എടാ ഒന്നും കൂടെ ഒന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്നും കൂടെ ചെയ്യുന്ന സംഭവം സ്റ്റോപ്പ് പറയാം. ഓക്കെ പ്രഷർ 2 ചാൻസ്. ഓക്കെ ഞാൻ പറയാം ബ്രോ സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ്. ഈ കാർഡാണെങ്കിൽ ഇതെടുക്കാം. ഈ സെക്ഷൻ ഒന്നുകൂടെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഈ കാർഡാണെങ്കിൽ ഇതെടുക്കാം. ഈ സെക്ഷൻ ഞാൻ പറയട്ടെ സ്റ്റോപ്പ് പറ. സ്റ്റോപ്പ്. അത് സീനാണ്. അടുത്ത പരിപാടി ഗൈസ് ഞാൻ കാര്യം പറഞ്ഞില്ല. ഇടയ്ക്ക് ഓരോ എല്ല് കാണുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്കോ ടാലന്റ് ഇല്ല. ടാലന്റ് ഉള്ള ആൾക്കാരാ സപ്പോർട്ട് ചെയ്യാനെങ്കിലും പഠിക്കണം. ആ കാര്യം പറയാല. അനക്കിവിടെ ഇവനെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ഇവ കുറേ ദിവസമായിട്ടില്ല റാംബോ കുറേ ദിവസമായിട്ട് ഇവനിക്ക് ടാലന്റ് ഉണ്ട് എന്നുള്ള എനിക്ക് ബോധ്യപ്പെട്ടുണ്ടാ ഞാൻ ഇവരുടെ കൊണ്ടുവന്നത്. ഇവന് ടാലന്റ് ഉണ്ട് എനിക്ക് ഉറപ്പായിക്കോട്ടെ ഇവരെ കൊണ്ടുവന്നത്. ഇവ കുറേ ദിവസമായി മെസ്സേജ് അയക്കുന്നത് റാംബോക്ക് ലൈവിൽ വന്ന് ഇവന്റെ സ്കില്ല് കാണിക്കണം എന്നുള്ളത്. സമ്മൺ എൽസ് ഷഫിൾ വേറെ ആരെങ്കിലും ഷഫിൾ ചെയ്ത് ഓർക്കാം. അല്ല ഞാൻ ഈ കംപ്ലീറ്റ് കാർഡ് 4 ആക്കി കാണിച്ചാലോ? 4 ആക്കിയിട്ട് ഫുൾ കംപ്ലീറ്റ് കാർഡ് എല്ലാം ഡിഫറെന്റ് ആയിരുന്നില്ലേ? ലൈവ് ആയിട്ട് കാണിക്കാൻ പോകുന്നത്. സ്ക്രീനിൽ നോക്കിക്കോ. എടാ എല്ല് 4 ആയി. യോ ഡബ്ല്യു എടാ ഇതേ മറ്റേ പരിപാടി ഹിപ്നോട്ടൈസ് ആണ് നമുക്ക് കാണേണ്ടത്. ഹിപ്നോട്ടൈസ് പരിപാടി എനിക്കത് സമയം വേണം. അന്ന് നീ ഒന്ന് ഇതായിക്കോ അപ്പത്തേക്ക് ഞാൻ ചാറ്റ് നോക്കട്ടെ. എടാ ഹിപ്നോസിസ് ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ ഈ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും സ്ക്രിപ്റ്റാന്ന് പറയൂല. നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. സ്ക്രിപ്റ്റാന്ന് പറയൂല. അത് ഞാൻ ആക്കാം. ഓക്കെ ലൈവായിട്ട് കാണിച്ചു തരാം. കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഹിപ്നോസിസ് ലൈവായിട്ട് കാണണം. എടാ എനക്ക് ഇവരും തമ്മിലൊരു ബന്ധമില്ല. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ലൈവില് വന്നിട്ടില്ലേ. സോ ഒരിക്കലും സംഭവം സ്ക്രിപ്റ്റ് എനിക്ക് ലൈവായിട്ട് ഞാൻ പറഞ്ഞില്ല. നീ എന്റെ ലൈവിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ആരെന്ത് ചെയ്താലും എല്ലാ ലൈവിലും സ്ക്രിപ്റ്റ് എടാ ഹിപ്നോട്ടൈസ് റാംബോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ലടാ. കാർഡ് ഷഫ്ലിംഗ് ട്രിക്കോ എന്നാ നീ വന്ന് കാണിക്കടാ. കുറച്ച് ഫ്രണ്ടിലോട്ട് ഇരിക്കോ. അല്ല ഇത് ഞാൻ വിളിക്കാം. ഫ്രണ്ടിലേക്ക് ആക്കി വരാം. ഫ്രണ്ടിലേക്ക് നിർത്തി. ഓക്കെ ഇപ്പൊ ആവശ്യമില്ല. ബ്രോ ഇല്ലേ? ബ്രോ ഒന്ന് കണ്ണടച്ചോ. ബ്രോ അതിൻ്റെ ഇടയിലേക്ക് നിറച്ച് ചെയ്തിട്ട് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. സോ ഇത് മറ്റേ മാഗ്നറ്റ് നിങ്ങളുടെ നെറ്റിയുടെ ഇടയിലായിട്ട് വെച്ചിട്ടുണ്ട്. സോ ഞാൻ കൈ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരു മാഗ്നറ്റിൻ്റെ പവർ കൂടി വരുവാണ്. കൈ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരു മാഗ്നറ്റിൻ്റെ പവർ കൂടി വരുവാണ്. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. കൈ അടുത്തേക്ക് കൊണ്ടുവരുന്ന മാഗ്നറ്റിൻ്റെ പവർ 10 ടൈംസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുകളിൽ നിന്ന് പതിയെ ഡീപ്പർ സ്റ്റേറ്റ് സ്ലീപ്പ് റിലാക്സേഷനിലേക്ക് കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഡീപ്പർ സ്ലീപ്പ്. ബോഡി ഇപ്പോൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഞാൻ 1 to 5 കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി കൂടുതൽ ഡീപ്പർ കൂടുതൽ റിലാക്സിലേക്ക് 1 2 3 4 and 5. ബോഡി ഇപ്പോൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഡീപ്പർ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. പുറത്തു നിന്നുള്ള ഓരോ ശബ്ദം കേൾക്കും തോറും ശബ്ദങ്ങളെല്ലാം നിങ്ങളെ ഈ സുഖകരമായ ഉറക്കത്തിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ജസ്റ്റ് ഒന്ന് സ്നാപ്പ് ഒന്ന് കണ്ണുറന്ന് ഞാൻ ബ്രോയുടെ 2 കൈയും ടൈറ്റായിട്ട് കൈ ഒന്ന് ചേർത്ത് പിടിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്ലൂ
സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലൂ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടി പോകണം. സോ ഞാൻ പറയുന്ന ഒരു പോയിന്റിൽ ബ്രോ കൈ എടുക്കാൻ വേണ്ടി എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കൈ എടുക്കാൻ വേണ്ടി പറ്റില്ല. കൈ എടുക്കാൻ ട്രൈ ചെയ്യുന്നതും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. സോ അത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ബ്രോന് കൈ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ജസ്റ്റ് ഓണസ്റ്റ് കൈ എടുക്കാൻ വേണ്ടി നോക്കിയാൽ പറ്റൂല, കംപ്ലീറ്റ്ലി സ്റ്റക്കാണ്. കൈ എടുക്കാൻ വേണ്ടി നോക്കി എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും കൈ എടുക്കാൻ വേണ്ടി പറ്റില്ല. കൈ രണ്ടും കംപ്ലീറ്റ്ലി സ്റ്റക്കാണ്. ട്രൈ ചെയ്യുന്നതും ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. പോയാലോ പോയാലോ എന്താ മച്ചാനോട് ഇരിക്കട്ട് ആന്നില്ലേ? ശരിക്കും പറ, തമാശല്ല. എടാ ഞാൻ ജസ്റ്റ് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോഡൊക്കെ ഈസി ആയിട്ട് റിലീസ് ആവും. അടുത്തോണ്ട് പോയി വരാം നോക്കട്ട്. ബ്രോ ഞാൻ നിങ്ങളെ പേരില്ല പേര് നിങ്ങളെ മനസ്സ് ബ്രെയിൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇടാൻ വേണം. ഇനി നിങ്ങൾ എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ പേര് പറയാൻ വേണ്ടി പറ്റൂല. പേര് പറയാൻ ട്രൈ ചെയ്യുന്നതോറും പേര് കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് പേര് വെച്ചാടോ. പേരെന്താ? പേര് നിന്റെ പേര് ഇപ്പൊ നേരത്തെ പെട്ടെന്ന് പറയൂ പുട്ട്. പേരെന്താടാ തടിയാ? പേരെന്താ? പേരറിയിലേക്ക് ഇവന്റെ പേരെന്നോ? എന്റെ പേരാ ഇത് ഇത് യാസി. ഇത് നിന്റെ പേരെന്നോ? നിന്റെ പേരെന്താ? എന്താടാ കാണിക്കുന്നത്? എനിക്കിന്റെ പേരറിയില്ലേ? തമാശല്ല കാര്യം. എന്റെ പേരെന്താ? നിന്റെ പേര് പുട്ട് പൊട്ട. എടാ ഇവരെ ശരിയാക്ക് സംഭവത്ത്. എടാ നിന്റെ ഈ ഇതിലെ പേരെന്താ? സ്ട്രീമിലെ പേരെന്താ? ഞാൻ പേര് പറയാൻ പറ്റുമോ? ശരിക്കുള്ള പേരെന്താ? ശരിക്കുള്ള പേര് മോണ്ട ഒഴുകിയ പോലെ ബ്രെയിനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഓക്കെ, എന്താ പേരെന്താ? ഇപ്പൊ തിരിച്ചു അപ്പൊ ശരിക്കുള്ള പേരോ? ഷർത്ത്. സ്ക്രിപ്റ്റ് ആടാ പോയാടാ. സ്ക്രിപ്റ്റ് തുടങ്ങുന്നുണ്ട്. ആടാ നോക്കണ്ട, ചാറ്റ് നോക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത പരിപാടി ജസ്റ്റ് ഒന്ന് സ്നാപ്പ് ചെയ്താൽ കൈ ഈസി ആയിട്ട് റിലീസ് ആവും. പറ്റും. ബോഡി കംപ്ലീറ്റ് റിലാക്സ്ഡ് ആണ്. ജസ്റ്റ് ഡീപ്പറാണ്. ജസ്റ്റ് സ്ലീപ്പ്. അവിടെ കിടന്നു. Sachu donated 40 രൂപ through Google Pay. Mentalist bro Shamir hypnotized. ഷമീറിനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറയാം. ഷമീറിന് എന്തോ നെഗറ്റീവ് സബ്ജക്ട് ആണ്. എടാ ഹിപ്നോസിസിൽ നമ്മളെല്ലാരും അങ്ങനെയുണ്ട്. നമ്മൾ ആദ്യം വന്ന മുതൽ ഇവനെ ചെയ്യാനാ പറയുന്നത്. ഇവനെ ചെയ്യാൻ പറ്റില്ലല്ലോ. എടാ എല്ലാവരും നമുക്ക് ഒരിക്കലും ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ്ജക്ട് സെലക്ഷൻ ആണ്. സോ നല്ല സബ്ജക്ട്സിനെ മാത്രമേ നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റൂല. എനിക്ക് ബുദ്ധിയില്ല, അതുകൊണ്ട് ഈ മനുഷ്യൻ ഈ മച്ചാൻ നല്ല അടിപൊളി ഒരു സബ്ജക്ട് ആണ്. ഈ മച്ചാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഹായ്. ഇതെന്താ? നിങ്ങളെല്ലാം ഒന്ന് ഇവനെ മാത്രമായിട്ട് ഒരു 5 മിനിറ്റ് വിളിക്കാം. അല്ല പ്രശ്നമില്ല, വിളിക്കാടാ പോ. എടാ എല്ലാരും എടാ ഒന്ന് പോടാ. എല്ലാരും സോഫയിൽ ഇരിക്കട്ടെ. എടാ നിന്റെ മൈക്ക് ഉണ്ട്, നീ പറയുന്നത് കേൾക്കോ? നിന്റെ മൈക്ക് ഉണ്ട്. എന്താ പറഞ്ഞ? ഇവിടെ ഇരിക്കാൻ പറ്റില്ല സോഫയില്. ഓൾറെഡി ചെറിയൊരു ട്രാൻസ്ലേറ്റ് ഞാൻ എപ്പോഴും എന്റെ വിരലിനടയിൽ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, കാന്തം. മറ്റേ മാഗ്നറ്റ് എന്റെ നെറ്റിയുടെ ഇടയിൽ വെച്ചിട്ടുണ്ട്. സോ കൈ ഞാൻ ചോദിക്കുന്നത് ഇത് എന്റെ ലൈവില് ഞാൻ കൈ അടുത്തേക്ക് കൊണ്ടുവരുന്നു. Near deeper state of sleep, relaxation, relaxation. ആ മാഗ്നറ്റിനെ പവർ 10 ടൈംസ് ആടായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുകളുടെ പതിയെ ഡീപ്പർ സ്റ്റേറ്റ് ഞാനിന് 1 to 5 കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ബോഡി കൂടുതൽ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ജസ്റ്റ് 1 നമ്മളെ മൈക്കിൽ പറയുന്ന കേൾക്കാം. 3, 4 and 5. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ബോഡി ഇപ്പോൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്.
കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്, കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഡീപ്പർ ആൻഡ് ഓനെന്താ നിന്റെ ചെവി പറഞ്ഞു? നീ ഇപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്താണല്ലേ, നീ ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിൻ്റെ മുമ്പിലേക്ക് ചിരിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നടന്നിട്ട് നിനക്ക് നിൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. നിനക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. നിനക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. പുറത്തു നിന്നുള്ള ഓരോ ശബ്ദം കേൾക്കുന്ന ഓരോ ശബ്ദങ്ങളെല്ലാം നിങ്ങളെ ഈ സുഖകരമായ ഉറക്കത്തിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഡീപ്പർ ആൻഡ് ഡീപ്പർ. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു നായക്കുട്ടീനെ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഒരു നായക്കുട്ടീനെ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇനി കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഒരു നായക്കുട്ടീനെ എൻ്റെ കയ്യിൽ വളരെ വ്യക്തമായിട്ടൊരു നായക്കുട്ടീനെ കാണാൻ വേണ്ടി പറ്റും. നായക്കുട്ടീനെ കണ്ടാൽ ഏകദേശം തലോടി കൊടുക്കും അല്ലേ. സോ ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ വളരെ വ്യക്തമായിട്ടൊരു നായക്കുട്ടീനെ നായക്കുട്ടീനെ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് സ്നാപ്പ് ഒന്ന് കണ്ണുറന്ന് ഇതെന്നാ ഇതാ എടുത്തോടാ. പേടിയാ പിന്നെ ഇതാടാ എടുത്തോടാ. എടാ ഒന്നും ചെയ്യില്ലടാ അത്. എടാ കാണുന്നില്ല, എനിക്ക് കാണുന്നില്ലേ? അല്ല എടാ കളറന്നാ എന്നാ പേര് കൊടുക്കണ്ടേ? ഇനി എന്താ പേരെന്ന് കൊടുക്കുക? നീ പിടിച്ചോ. ഉറപ്പാ? ഇതാടാ എടുത്തോടാ, ജസ്റ്റ് ഒന്ന് കയ്യിലെടുക്ക്. ഞാൻ ഇവന്റെ കയ്യിൽ കൊടുക്കട്ടെ. തൽക്കാലം ഇവന്റെ കയ്യിൽ കൊടുക്കട്ടെ. എന്താ അടി കൊടുത്തേടാ? തമാശ കളിക്കല്ലേ നീ? എടാ തലോടി നോക്ക്. എടാ വിട്ടേടാ പാവടാ. അവിടെ ഇങ്ങോട്ടിരുന്നു. പോയി എങ്ങോട്ടിരിക്കുന്നത് നിന്നെ കാണുന്നില്ല. അച്ഛനെ നോക്കിയല്ലേ? ഞാൻ കിടത്തിയായിരുന്നല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ ബ്രോ നോക്കി നേരത്തെ ചെയ്തോളൂ തന്നെ നോക്കി. ഡീപ്പറാണ് ഇപ്പൊ മേഘന്റെ പറ കൂടുതൽ ഡീപ്പറാണ്. ഓക്കെ ബോഡി ഇപ്പോൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വല്യമ്മേനെ നിങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വല്യമ്മേനെ മരിച്ചുപോയ നിങ്ങളുടെ വല്യമ്മേനെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വല്യമ്മേനെ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വല്യമ്മേനെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും. വല്യമ്മേനെ കണ്ടാൽ എന്താ ചെയ്യാം? ഇഷ്ടം കൊണ്ടൊന്ന് കെട്ടിപ്പിടിക്കും അല്ലേ? ഇമോഷണലാവും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വല്യമ്മേനെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വല്യമ്മേനെ കാണാൻ വേണ്ടി പറ്റും. ഡീപ്പറായിട്ട് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണെങ്കിൽ നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വല്യമ്മേനെ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് അങ്ങനെ സ്നാപ്പ് ഒന്ന് കണ്ടുറന്ന് ഇതാരാ റിയലാ ആടാ. വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല. എടാ അമ്മമ്മ മരിച്ചു പോയത് ഒരാളും അഭിനയിക്കാൻ നിൽക്കൂല. അത് കണ്ടിട്ട് നിങ്ങൾക്ക് അഭിനയാന്ന് തോന്നുന്നെങ്കിൽ എനക്കൊന്നും പറയാനില്ല.
എടാ ഇതിന് സ്ക്രിപ്റ്റ് ആണെന്ന് പറയലോടാ. അവിടെ അമ്മമ്മ മരിച്ചടാ, അച്ഛനും അമ്മയിലും മരിച്ചു പോയതല്ല ആരെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്ത് അഭിനയിക്കുന്നത്. ആക്ടർ ആണെങ്കിൽ ഓക്കേടാ, അച്ഛനും അമ്മയും മരിച്ചു പോയതല്ല ആരെങ്കിലും. അതവര് പറയാം, അത് വിട്, അത് വിട്. എന്ത് സംഭവം? എടാ നീ വേറെ മൈൻഡ് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്വപ്നം കാണുന്ന പോലെ ഉണ്ട്. ആ കഴിഞ്ഞ ഇരുന്നോട്ടെ. നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ഇവനോട്? സംസാരിക്കാൻ പറ്റുമോ? ഇവനെ അമ്മമ്മയായിട്ടാണ് കാണാം. എനിക്ക് അവനോട് സംസാരിക്കാൻ പറ്റുമോ? പറ്റും, നീ സംസാരിക്കണ്ട. ഇപ്പം സംസാരിക്കണ്ട. എടാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ ഞാൻ ക്ലാസ് ആയിട്ട് അങ്ങനെ പറയൂ, അതും ഇവിടെ കാര്യമൊക്കെ ഉണ്ടാവും. ഇവിടെ പോരെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. റിയലാ സംഭവം റിയലാ. മതിയല്ലേ? കുഴപ്പമില്ലേ, നീ പോയി തൂറണം. കരയാന്ന് വിടും. മതിയില്ലേ? മതി. മൊത്തത്തിൽ മാറ്റാം. ഇവന് വേറെ എന്തെങ്കിലും സാധനം ചെയ്തിട്ട് പഴയ ഫൺ മോഡിലേക്ക് ഹാപ്പി ആക്കുന്ന എന്തെങ്കിലും കാണിച്ചു. ഹാപ്പി ആക്കുന്ന സാധനം ഉണ്ടെങ്കിൽ ദിസ് ഈസ് ഡേഞ്ചർ എന്നോ? ഇത് മൈൻഡിൽ പ്രശ്നം വരില്ലല്ലോ. ഇല്ല, സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. നിർത്ത്. ബ്രോ ഹലോ എടാ ഒന്നില്ലടാ, നോക്കി ഒന്നില്ല ഒന്ന് വിട്ടെ വിട്ടോ കൈ എടുത്തോ ഒന്നില്ല കരണ്ട കരണ്ട നോക്കി സ്ലീപ്പ്. കേടാ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഇനി നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നീ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് മുമ്പ് ഉണ്ടായത് അതേപോലെ തന്നെ ആയിരിക്കും. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. നിനക്കെൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഇനി നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിനക്ക് ഈ മുമ്പിൽ നിൽക്കുന്ന എല്ലാവർക്കും, നമ്മൾക്ക് രണ്ടാൾക്കും ഒഴികെ ബാക്കി ഒരാൾക്കും ഡ്രസ്സ് ഉണ്ടാവില്ല. ഇനി നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും ഒരു ഡ്രസ്സും ഉണ്ടാവില്ല. ഫുള്ളി നെയ്ക്കഡായിട്ട് ഒരു ഡ്രസ്സും ഇല്ലാണ്ട് ഫുള്ള് നിനക്ക് കാണാൻ പറ്റും. ഒരു ഡ്രസ്സും ഇല്ലാണ്ട് ഫുള്ള് നിനക്ക് കാണാൻ വേണ്ടി പറ്റും. നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന നിനക്കും ഒഴികെ ബാക്കി ഒരാൾക്കും ഡ്രസ്സ് ഉണ്ടാവില്ല. ഫുള്ള് നെയ്ക്കഡായിട്ട് ഒരു ഡ്രസ്സും ഇല്ലാണ്ട്
ഒരു ഡ്രസ്സും ഇല്ലാണ്ട് എനിക്ക് ഇവരെല്ലാവരും നിന്റെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും. ഇനി നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു ഡ്രസ്സും ഇല്ലാണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരും നിനക്ക് ഒരു ഡ്രസ്സും ഇല്ലാണ്ട് മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും. നിന്റെ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഇനി കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്കും ഒരു ഡ്രസ്സും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എനക്കും നിനക്കും ഒഴികെ ബാക്കി ഒരാൾക്കും ഒരു ഡ്രസ്സും ഉണ്ടാവില്ല. സ്റ്റോണസ് ഞാൻ കണ്ണു പറഞ്ഞാൽ നോക്കി 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 നോക്കിയോടാ നോക്കി ശരിക്കോ? എന്താ അതിനെന്താ നല്ലല്ലേ? അതിനെന്താ അതിനെന്താ? അതൊന്നും സീനില്ല, അതൊന്നും സീനില്ല. അതിനെന്താ എടാ അത് സീനില്ല. പിടിച്ചോ 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 പിടിച്ചോ. കൊഴപ്പില്ല, ലൈവല്ല എടാ, ലൈവല്ല, കൊഴപ്പില്ല എടാ, കൊഴപ്പില്ല. അത് അങ്ങനത്തെ ലൈവാ, ഇതെല്ലാം കാണിക്കാൻ പറ്റുന്ന ലൈവാണ്. ആ ഇതിനെ കാണട്ടെ. കണ്ടോ എന്ത് നീ എന്താ ആദ്യമായിട്ട് കാണുന്നവരെ? എന്ത് അതെല്ലാം എന്ത് മുത്തേക്ക് വന്നത് നീ എന്നെ തള്ളാനായ? നീ എന്നെ തള്ളാൻ തുടങ്ങിയല്ലേ? ഓക്കെ, ബന്ധം വിട്ട. ഓക്കെ ഓക്കെ, ഇല്ല ഇല്ല ഇല്ല, ഇനി നീ ആയിട്ടൊരു ബന്ധമില്ല. നീ ഇപ്പൊ എന്നെ തള്ളിയല്ലേ? ഇല്ല ഇല്ല, ഇനി നീ ആയിട്ട് ബന്ധമില്ല. നീ തുണി മാറ്റിയ നിക്ക്, ഞാൻ ഒരു കാര്യം പറഞ്ഞ. നീ തുണി എടുത്ത് മാറ്റിയ, നീ ഇങ്ങ വന്നേ. കുഴപ്പമില്ല. എടാ ഇവന്റെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല എനക്ക് അറിയാൻ വിട്ടാണ്. അല്ല ശരിക്കും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയോ? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയോ? ഇവന്റെ ചെറുതാണോ വലുതാണോ? റാംബോന്റെ എനിക്ക് അറിയാൻ വിട്ടാണ്. ചെറുതാണോ വലുതാണോ? ഒന്ന് പറ. നിനക്ക് എങ്ങനെ കാണുന്നത്? ചെറുതായിട്ടാണോ വലുതാണോ? പറ പ്ലീസ്. എടാ ഒന്ന് പറയടാ. സൈസ് പറ, എല്ലാവർക്കും സൈസ് പറ. എടാ ഒന്ന് പറയടാ പ്ലീസ്. എല്ലാവർക്കും പറയടാ. എടാ റാംബോന്റെ സൈസ് നമുക്കൊന്ന് അറിയണം പ്ലീസ്. അതൊന്ന് പറയടാ. നീ ക്യാമറ മൊത്തല്ല, ക്യാമറ മൊത്തല്ല. ഇല്ല ഇല്ല ഇല്ല, കാണുന്നില്ല. എടാ മെന്റലിസ്റ്റ്, എടാ നിന്നെ ഇങ്ങനെ ആക്കിയ, നിന്നെ പിരാന്തനാക്കിയ മെന്റലിസ്റ്റ് മുങ്ങി. ആൾക്കാർ കാണുന്നില്ലേ? ചെറുത ഇത് കാളാന്ന് കാളക്കുള്ള ഞാൻ ജസ്റ്റ് സ്നാപ്പ് ചെയ്താൽ എല്ലാവർക്കും ഡ്രസ് വരും. ഓക്കെ, നോക്കി 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 നോക്ക് നോക്കിയേ, നോക്കി നോക്കി നോക്കിയേ. ഓക്കെ, എന്താണ് ഒന്നുമില്ലല്ലോ. ജസ്റ്റ് നോക്ക്. സ്ലീപ് 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 സ്ലീപ്. ഒരു ഉള്ളി മുറിക്കടാ. ഞാൻ പണിയെടുക്കടാ പോയിട്ട്. ഇനി ഞാൻ പറയാണ്ട് നീ ഒരു സ്ലീപ്പ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയാണ്ട് നീ ഒരു ഡീപ്പർ സ്റ്റേറ്റ് സ്ലീപ്പ്. ഞാൻ പറയാണ്ട് ഉമ്മാവ മരിച്ചോ, ഉമ്മാവനെ സ്ക്രിപ്റ്റ് ആക്കും നിങ്ങക്ക് തോന്നുന്നുണ്ടോ? ബുദ്ധിയില്ല നിങ്ങക്ക്. ഒരുത്തനെ വിശ്വസിക്കൂലടാ. കണ്ട അത് അവര് ഓരോരാളായിട്ട് ചെയ്ത് കാണിച്ചാലേ വിശ്വസിക്കുന്നു തോന്നുന്നു. എടാ ഞാൻ ക്ലാസ് ചെയ്യുന്നുണ്ടെന്ന് പറ. ആ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള എനിക്ക് ലൈവായിട്ട് തന്നെ അവർക്ക് തന്നെ ചെയ്യാലോ. നീ എന്നെ പറ, ഞാൻ ഹനാൻഷ ലൈവ് കാണുന്നുണ്ടോ? യോ ശരിക്കും റിയൽ ഹനാൻഷ വന്നോ? യോ സബ് ബ്രദർ, എന്തല്ല സുഖല്ല? ദിസ് ഈസ് ഡേഞ്ചർ എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ? എടാ ഇല്ലടാ ഇതിനകത്ത് വേറെ നമ്മള് രാത്രി ഒരു സ്വപ്നം കണ്ട് എണീക്കുന്ന ഒരു ഫീൽ മാത്രമേ ഉണ്ടാവും. ഇതിനകത്ത് വേറെ പേടിക്കാനോ അങ്ങനെയൊന്നും ഇല്ല. ഹിപ്നോസിസിനകത്ത് വേറെ പഠിക്കാനുള്ള ഒരു കാര്യമില്ല. മമ്മൂന്റെ ഉപ്പാനെ കാണിക്കാൻ പറയുന്നുണ്ട്. മമ്മൂന്റെ ഉപ്പാനെ കാണിക്കാൻ പറയുന്നത്. പക്ഷെ ഉപ്പ മരിച്ചു പോയിട്ടില്ല. ഉപ്പ കാസർഗോഡ് ആടെയുണ്ട്, കാസർഗോഡ്. എടാ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് എല്ലാരും ചെയ്യാൻ വേണ്ടി പറ്റൂല. ഞാൻ ഇവരിവിടെ വന്ന തൊട്ട് ഞാൻ 2 മണിക്കൂർ മുമ്പേ ഉണ്ടായിരുന്നു. സോ
പോസിറ്റീവ് ആയിട്ടുള്ള സബ്ജക്ട്സിന് മാത്രമേ ഹിപ്നോസിസ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുണ്ട്. Positive, negative എന്തെങ്കിലും ഉണ്ടോ? ഇവർ രണ്ടാളും മാത്രമേ എനിക്ക് കിട്ടിയിട്ടില്ല. കുറെ ആൾക്കാരുണ്ടെങ്കിൽ കുറെ ആളെ വെച്ച് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചിട്ട് എടാ അമ്മമ്മ മരിച്ചെന്നുകൊണ്ട് ആരെങ്കിലും ഒരാൾ എടാ അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കടാ. അമ്മമ്മ മരിച്ചെന്നുകൊണ്ട് ആരെങ്കിലും സ്ക്രിപ്റ്റിന് നിന്നേരോ ഇങ്ങനെന്നാടാ പറയുന്നത്. ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കടാ. ജസ്റ്റ് ആലോചിച്ച് നോക്ക്. അല്ല എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. എവിടെ ഇതോ അല്ല അത് ഫേക്കാ. സ്റ്റീല് വന്നോ? യോ ബ്രദർ വാട്ട്സ് ഹാപ്പനിങ് ഇതെല്ലാവത്തെ എന്ത് കഥ ഹിപ്നോട്ടൈസ് തൊപ്പി ഞാനും പോസിറ്റീവ് സബ്ജക്റ്റ് അല്ലാന്നാ പറയുന്നത്. ഞാൻ വന്നപാട് ഇതെല്ലാം ചോദിച്ചു മുത്ത. ആകെ ചെയ്യാൻ പറ്റുന്ന ജാസി അതായത് കുക്ക്, പിന്നെ റാംബോ, പിന്നെ ആരാ ഒരാൾ അതെന്താ ഈ കുറവും കൂടുതൽ അങ്ങനെ ഇതിന്റെ എല്ലാം ലെവൽ ആരാ തീരുമാനിക്കുന്നത്? ഓക്കെ അടുത്തൊരു വേറെന്താ വേറെ ലൈവില് കാണുന്ന ഒരു സാധനം ഓനാട് ഉറങ്ങുന്നുണ്ട്. ആടെ കെട്ടി ഇതണീപ്പിച്ചില്ല. എടേ ജാസി പണിയെടുക്കടാ. എണീച്ച ജാസി പോയി ചോറ് വെക്ക്. ഇത് നമ്മ വിളിച്ചാ എണീക്കൂലേ? ഇല്ലടാ. എന്നാ നീ എണീപ്പിക്കടാ. അല്ല ഓൻ കിടക്കട്ടോ. ആണോ? എടാ എന്റെ കയ്യിൽ ഞാൻ ഇപ്പൊ ഇവിടുന്ന് എടുത്ത ഒരു സ്പെക്സ് ഉണ്ട്. കണ്ണട ഓക്കെ നിക്കടാ ലൈവില്. എടാ ലൈവായിട്ട് കാണിച്ചു തരാം. ലൈവായിട്ട് കാണിച്ചു തരാം. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ലൈവിൽ തന്നെ നിൽക്കി കാണിച്ചു തരാം. ലൈവായിട്ട് കാണിച്ചു തരാം. എടാ ഒരാള് കൈ ഇതുപോലെ പിടിച്ച നീ പിടിക്കും കാണാം. ക്യാമറയിൽ കാണണം. ഓക്കെ എടാ ബാക്കി എല്ലാവരും എടാ കണ്ണട ടച്ച് ചെയ്യുന്നില്ല. ബാക്കി എല്ലാവരുടെ കൈനെ മേലെ കൈ വെച്ചാൽ എല്ലാവരും കൈ വെച്ചു. എല്ലാവരും എടാ വെക്കടോ രണ്ടുപേരും വെക്കണോ? ഓക്കെ കണ്ണട അനങ്ങുന്നതായിട്ട് നല്ലോണം മനസ്സിൽ ഇമാജിൻ ചെയ്യാം. എടാ നീ ഒന്ന് കണ്ണടച്ച കംപ്ലീറ്റ് റിലാക്സ് ചെയ്ത് നിൽക്കുക. ഞാൻ കൈ മെല്ലെ മേലെ ആക്കുക. മെല്ലെ ആക്കുന്ന സമയത്ത് കണ്ണട അനങ്ങുന്നതായിട്ട് എല്ലാവരും മനസ്സിൽ വിചാരിക്കുക. മെല്ലെ മേലെ ആകുന്ന പോലെ മനസ്സിൽ വിചാരിച്ചാൽ മതി. മനസ്സിൽ വിചാരിച്ചാൽ സ്ക്രീനിലേക്ക് വേണ്ട സ്ക്രീനിലേക്ക് പോയിക്കോ. അതെല്ലാം എങ്ങനെയാ സ്ക്രിപ്റ്റ് ചെയ്യുക? ശരിക്കും ആരോ പിടിച്ച് പൊന്തിച്ചല്ലേ? നീ എന്താ ചെയ്താ കൈനെ കൊണ്ട്? അതൊന്ന് റിവൈൻഡ് ചെയ്യണല്ലോ. അതെന്ത് സംഭവം? ചെയ്താ കൈനെ കൊണ്ട്? അതെന്ത് സംഭവം ബ്രോ? ഇവിടെ കണ്ടില്ല ഒന്നുകൂടെ Bro, what the fuck? നോക്കട്ടെ അതിനെ മാറി എന്ത് സംഭവം? കേരളം കോട്ടയായിരുന്നു. കേരള കേരള അടാ സീനടാ സംഭവം. അടുത്ത കാണിക്ക അത് കയറെന്തിനെ? കയറുണ്ട് എടാ കാണുന്നുണ്ടെങ്കിൽ ഓനാടെ കടക്കടല്ലോ. ഓനെ കൊണ്ടുവന്നിട്ട് തന്നെ കൂടെ ചെയ്യിക്കാം. നല്ല സബ്ജക്റ്റാ. സബ്ജക്ട് എങ്ങനെ തീരുമാനിക്കുന്നത്? നല്ല മനസ്സുള്ളവര് നല്ല സബ്ജക്ട് എങ്ങനെയാ? പോസിറ്റീവ് നെഗറ്റീവ് എന്ന സംഭവം അങ്ങനെ നീ നല്ല സബ്ജക്റ്റ് ആയിരിക്കൂലേ? അതാ മറ്റേ നീ അല്ലല്ല. അതെങ്ങനെയാ ഇവനെങ്ങനെ അപ്പം നെഗറ്റീവ് സബ്ജക്ട് ആയി? അത് ഓനെ കാണുമ്പോ മനസ്സിലാവില്ലടാ. എന്താണ് ചെക്കൻ അങ്ങനെ ആക്കിയത്? എടാ മാമു നീ എന്റെ കൈ ഒന്ന് ടൈറ്റ് ആയിട്ട് ഒന്ന് കെട്ടിയടാ. ടൈറ്റ് ആയിട്ട് കെട്ടിക്കോ. ആ നടത്തന്നെ കെട്ട് ടൈറ്റ് ആയിട്ട് ഫുള്ള് നല്ലോണം. എടാ പൊട്ടിക്കല്ല കൈ. ഒന്നുകൂടെ കെട്ടിക്കോ. ഒന്നുകൂടെ ആർത്തന്നെ കെട്ട്. ഒന്നുകൂടെ കെട്ട് ഒരു കെട്ടും കൂടെ കെട്ട്. ഒന്നുകൂടെ കെട്ട് ആർത്തന്നെ. ഒന്നുകൂടെ കെട്ടിക്കോടാ. ഒന്നുകൂടി കെട്ടട്ടെ. ആ വേടാ ഒന്നുകൂടി വേണാ. നീ അയച്ചേരേണ്ടി വരും. എന്ത് മാഗ്നറ്റ്? ഇത് എന്റെ ഞാൻ ഒരു കൊല്ലായിട്ട് ഉപയോഗിക്കുന്ന കണ്ണടയത്. ഇതെന്ത് മാഗ്നറ്റ്? ഇരുമ്പൊന്നുമല്ല, ഫുൾ പ്ലാസ്റ്റിക്. എടാ നിക്ക് എടാ എന്റെ ഈ കൈയില്ലേ ഈ കട്ടയക്കാൻ ഏകദേശം എത്ര സമയം എടുക്കും? നിങ്ങൾ പറ എത്ര സമയം എടുക്കും കൈയിന്റെ കട്ടയക്കാൻ? 15 സെക്കൻഡ്. 15 സെക്കൻഡ് കൊണ്ട് തയ്ക്കാൻ പറ്റും? പറ്റില്ലേ? ഇല്ലല്ലോ.
വേണ്ട എനക്ക് കഴിക്കാൻ വേണ്ട എന്റെ കയ്യിൽ നോക്കല്ലേ ഞാൻ ഇങ്ങനെ കൈ എത്തി പിടിക്കാൻ ആ ഒരു 20 നിനക്ക് സ്വന്തമായിട്ട് അയക്കാൻ സ്വന്തമായിട്ട് കഴിക്കാൻ സമയം എടുക്കും ഒരു 30 സ്വന്തമായിട്ടാ സ്വന്തമായിട്ട് ഒരു മിനിറ്റ് സ്വന്തമായിട്ട് പറയാൻ പറ്റില്ല ആ ഒരു minute. 1 മിനിറ്റ് ഒക്കെ എന്തായാലും എടുക്കും. ഒരു മിനിറ്റ് എടാ എന്നെ കാണിച്ചു എന്നെ അതിൽ കാണിച്ചു ആ. എടാ ബാക്കിയെല്ലാവരും മാറിക്കും എടാ എന്നെ കൈ തന്നെ നോക്കണേ കൈ തന്നെ നോക്കോ കൈ തന്നെ നോക്കണം ആ. എങ്ങനെ നടത്തണം നീ നടത്തന്നെ കൈ തന്നെ നോക്കോ നോക്കോ ഓക്കെ കഴിക്കടോ എന്ത് അതെന്ത് കഴിക്കടാ ഇവർ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടാവും കഴിക്കടാ കെട്ടാനറിയില്ല കെട്ടാൻ ഞാൻ നിന്റെ മര്യാദ ഞാൻ പറഞ്ഞ അത്ര കെട്ടണ്ടാന്ന് അയക്ക് നീ അയക്കാണ്ട് നീ പോകൂല എന്ന് മയില് വർത്താനടാ നീ പറയുന്ന പോകുമ്പോ അയക്കടാ ഒരു എട്ടും കൂടി ഉണ്ട് കെട്ടായി കെട്ടിയെന്ന് കഴിച്ചിട്ട് പോയാൽ മതി ഞായിക്കണോ വണ്ടി വേനായി കെട്ട് എടാ കയറടാ കയറൂട്ടിച്ചാ ആരും കഴിക്കണം കെട്ടാൻ മാത്രം അറിയും നിക്ക് കത്തിരിക്കണം വലിച്ചോ ആടെ വലിച്ചോ ഇടിയാ അടച്ച ടൈറ്റാ പോയി നിക്ക് ഞാൻ അയക്കാം നിന്റെ ഹൃദയത്തിലോ ഇത്ര ഭാരം ഈ കുഞ്ഞു മനസ്സിലോ ഇത്ര ഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം നീ എങ്ങനെ വന്നെന്ന് പറഞ്ഞ ഞാൻ ട്രെയിൻ എന്താണ് തിരിച്ചു പോവോ ഞാൻ പോടാം 2 ദിവസം വന്നിട്ട് നിനക്ക് എന്താ ഇവിടുത്തെ വൈബ് എന്താ തോന്നി എടാ അടിപൊളി അത്യാവശ്യം അടിപൊളി തോന്നി ഇത് വലിക്കണം ഏത് ഇതോ ഇത് ഇതല്ലേ നിങ്ങളെ പറഞ്ഞ 15 സെക്കൻഡോട് അയക്കാൻ പറ്റുന്നു ഇല്ല നിക്ക ഈ കയറിന്റെ പ്രശ്നമാടാ സാധാ കയറിന്റെ ആ ആയി. അമ്മ ജാസി എന്ത് സംഭവം ആരൊക്കെ വിളിക്കുന്ന പറയുന്ന ചാറ്റ് പ്രൊമോഷൻ എടാ പ്രൊമോഷൻ ചെയ്യണ എനിക്ക് ഏതെങ്കിലും നല്ല സെറ്റപ്പിൽ നിൽക്കുന്ന കുറെ മെന്റലിസ്റ്റ് മാറില്ല അവരാരെയും കൊണ്ടുവന്നാ പോരെ മുന്നേ അല്ല അങ്ങനല്ല ഇവൻ എന്ന് പറഞ്ഞാ നീ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അല്ലടാ കൊറേ 30,000 ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ അതല്ല ഞാൻ പറയുന്നത് 500,000 ഫോളോവേഴ്സ് ഉള്ള മെന്റലിസ്റ്റ് ഇല്ല കൊണ്ടുവന്നാ പോരെ ഇവന്റെ അക്കൗണ്ട് ഒന്ന് കയറി നോക്കാം പ്രൊമോഷൻ ഒന്നല്ല മുത്ത പ്രൊമോഷൻ ആണെങ്കിൽ നീ അത് പറയും മനസ്സിലാവും ആരേക്ക് ചുക്ക് പറയുന്ന എടാ ഇവനെ എണീപ്പിക്കണ്ടേ ഇപ്പൊ എടാ എന്റെ കയ്യിൽ ഒരു കാർഡ് ഉണ്ട് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത കാർഡാണ് 4 അടുത്തോണ്ട് പോ ഇവിടുന്ന് കാണാൻ പറ്റും ഓക്കെ അല്ലേ ഇത്ര ഓക്കെ അല്ലേ ഈ കാർഡ് എടാ ഒരാൾ വന്നേടാ ഞാൻ മാറ്റുന്നില്ല നീ ഇല്ലേ കൈ കുറച്ച് മേലെ പിടിച്ചോടാ നിന്നെ കിട്ടണേല് കൈ തിരിച്ചു പിടിച്ചോ ഞാൻ ഈ കാർഡ് നിന്റെ കയ്യിൽ തരും ഇങ്ങനെ പിടിച്ചോ ടൈറ്റായിട്ട് പിടിക്കേ കാണുന്നില്ല ടൈറ്റായിട്ട് പിടിച്ചോ അവിടെ തന്നെ പിടിച്ചോ ഇത് കംപ്ലീറ്റ് റെക്കോർഡാണ് ഒന്നും ചെയ്യുന്നില്ല ഓക്കെ ഞാൻ മേലേന്ന് വേറൊരു കാർഡ് എടുത്തിട്ട് എത്രയാ റെഡ് 4 ആണ് ഓക്കെ റെഡ് 4 ആണ് ഈ റെഡ് 4 ജസ്റ്റ് ഇങ്ങനെ ആക്കണം നിന്റെ കയ്യിൽ തന്ന ബ്ലാക്ക് 4 ഇല്ലേ അത് എന്റെ കയ്യിലിരുന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ ഇല്ല ഓക്കെ എന്താ പെയിന്റ് കളഞ്ഞ ഇതെന്താ ഒരു ഇതായ പോലെ മങ്ങിയ പോലെ പെയിന്റ് ഇതെന്തോ ട്രിക്ക് ഉണ്ട് ഈ ട്രിക്ക് പഠിച്ചെടുക്കണം കേട്ടോ ഇത് പഠിച്ചെടുക്കണം മുത്തേ എന്തോ ഒരു അടുത്ത ഇതാ അത് നീ വെച്ചോ ഗിഫ്റ്റ് എല്ലായിടത്തും പോക്കറ്റിലിട്ടോളൂ ഇങ്ങോട്ടാ എടാ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും കാരണം നിങ്ങൾ എന്റെ സൈഡാണ് കാരണം സാധനം ആംഗിൾ സെൻസിറ്റീവ് പക്ഷെ ഇവർക്ക് റിയാക്ഷൻസ് കിട്ടും നിങ്ങൾക്ക് ഈ സാധനം ചെയ്യുന്ന കണ്ടാൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് റിപ്പീറ്റ് വീഡിയോ റീപ്ലേ ചെയ്തുകൊണ്ട് തന്നെ സാധനം കിട്ടും പക്ഷെ എന്നാൽ ഇവരെ റിയാക്ഷൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് എടാ എല്ലാവരും നിന്നോടാം ഞാനില്ലേ എടാ ഓക്കെ എന്റെ മാജിക് എന്റെ കയ്യിലൊന്നുമില്ലല്ലോ എടാ അതുണ്ടാ ആ അങ്ങനെയല്ലടാ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഓ എഴുതാനക്കും ചെയ്യാറ് ഇങ്ങോട്ടാ ഞാൻ ചെയ്താ പിടിച്ചോ എടാ കാർഡ് കാണാറാടാ ഇങ്ങനെ ഇല്ല കാർഡൊന്നും കാണൂല അതാ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ കാലി കൈ ഞാൻ ശരിയായ വിജയിച്ചത് കാണുന്നുണ്ട് കാർഡ് കണ്ട എന്റെ കയ്യില് ഇല്ലല്ലോ മുട്ട പട്ടി
RIP കുക്കടാ ഓനൊന്ന് എണീപ്പിക്കടാ. അടക്കടാ ആയിട്ടാ. എടാ ഞാൻ മേലെ ഒരു കാർഡ് എടുത്തിട്ടുണ്ട്. എത്രയാ? 5 ഹാർട്ട്. ഓക്കെ, 5 ഹാർട്ട് എന്നുള്ള കാർഡ്. 5 ഹാർട്ട്. ഓക്കെ, അപ്പൊ 5 ഹാർട്ട് എന്നുള്ള കാർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആരും കൊണ്ടോ, പോക്കറ്റിൽ ആരും കൊണ്ടോടോ. ബ്രോ കയ്യിൽ പിടിച്ചോ, ലൈവ് ഒന്ന് കൊണ്ടോ, ടൈറ്റ് ആയിട്ട് പിടിച്ചോ. 5 ഹാർട്ട് ബ്രോയുടെ കയ്യിൽ തന്നിട്ടുണ്ട്, അവിടെ പിടിച്ചോ. 5 ഹാർട്ടാണ്. ഓക്കെ, ബ്രോ ഇഷ്ടമില്ലെന്നൊരു കാർഡ് എടുത്താ. എടാ 5 ഹാർട്ട് മാർക്കല്ലേ, ആളുടെ കയ്യിൽ 5 ഹാർട്ടാണ്. ക്യാമറയിൽ കാണിച്ചോ, എന്നെ കാണിക്കണ്ട, ക്യാമറ കാണിച്ചോ. കാണിച്ചു. അതിൽ സൈൻ ഇട്ടോ, ബ്രോയുടെ സൈൻ ഇട്ടോ. അല്ല എന്റെ ഒപ്പം എങ്ങനെയായിരുന്നു? അവിടെ 5 ഹാർട്ട് മാർക്കല്ലേ. ഓക്കെ, ഇനി ആ കാർഡ് മേലെ വെച്ചോ. മേലെ വെച്ചോ. ഈ കാർഡ് ഇപ്പൊ എനക്ക് അറിയാൻ ഒരു വഴിയില്ലല്ലോ. മേ ബി ഞാൻ കണ്ടിട്ടുണ്ടാവും. ഇത് ഈസി ആയിട്ട് വേണമെങ്കിൽ എന്റെ മൈൻഡ് റീഡ് ചെയ്താൽ സാധനം കിട്ടും. നല്ല സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നോക്കിയാലും സാധനം കിട്ടും. ഇത് അതിന്റെ സൈഡിന്റെ ഇതിനകത്ത് കാർഡ് ഏതാ? 4 ഹാർട്ട്. കാർഡിൽ തന്നെ നോക്ക്. എടാ ജസ്റ്റ് ഒന്ന് എണീക്കോടാ. കാർഡിൽ തന്നെ നോക്കണേ, 3 പ്രാവശ്യം കാണിക്കുമ്പോ. ഓക്കെ, നോക്കണേ, കാർഡിൽ തന്നെ നോക്കണേ. 2 and 3. കാർഡിനകത്ത് സൈൻ ഉണ്ട്. ഓക്കെ, എടാ ഇതിനകത്ത് കാർഡ്സ് കളിക്കുന്ന ആരും കൊണ്ടാടാ? കാർഡ്സ് കളിക്കുന്ന ആരും കൊണ്ട് ഇതില് ആരുമില്ല. ഇതാണ് സൈൻ, നിന്റെ സൈനിലെ കാർഡാണ്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നീ ആ കാർഡില്ലേ ഉള്ളിലേക്ക് വെച്ച ഇതല്ലേ? മിക്സ് ചെയ്ത. ഞാൻ ഈ സാധനം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നീ സൈൻ ചെയ്താടെ എനിക്ക് അറിയാലോ. എടാ ഇന്റെ കൈ തന്ന ആടെ തരുന്നു ബ്രോ. 5 ഹാർട്ട് അല്ലേ? ഞാൻ മേലെ നിന്ന് കാർഡ് ജസ്റ്റ് വേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ 5 ഹാർട്ട് എന്നുള്ള കാർഡ് എൻ്റെ കയ്യിൽ വരും. അല്ല അപ്പൊ ഞാൻ എന്താക്കണ്ടേ? നീ അവിടെ കായിട്ടില്ല. ഓക്കെ ബ്രോ ഒന്ന് തുറന്ന് നോക്കിയേ. 5 ഹാർട്ട് അല്ല തന്നെ. ക്യാമറ കാണിച്ചോട്ടോ. എടാ എഗെയിൻ ആ 5 ഹാർട്ട് എന്നുള്ള കാർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. എടാ നീ എണിക്ക്. ഇപ്പൊ എന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് 5 ഹാർട്ട്. ടൈറ്റ് ചെയ്ത് പിടിച്ചോ. എടാ നീ സൈനിട്ട കാർഡില്ലേ? സൈനിട്ട കാർഡില്ലേ? നീ എന്നെ ഉള്ളിലേക്ക് വെച്ച് നീ അത് നീ അതിനകത്ത് നോക്കിയിട്ട് എടുത്തന്നെ. നോക്കിയിട്ടോ, സ്പ്രെഡ് ചെയ്തിട്ടെടുത്തോ. ക്യാമറയിലാണോ കാണിച്ചോട്ടോ. നിന്റെ കൈ തന്നാടോ എടുത്തു. അടുത്തെ തുറന്നു നോക്കിയേ. ഇല്ല എടാ എനിക്ക് എന്തെങ്കിലും ഒരു കാർഡ് ട്രിക്ക് പഠിപ്പിച്ചാടാ. എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പഠിപ്പിച്ചാടാ. പഠിപ്പിച്ചേരണോ? എടാ അന്നേരം എന്നാ അത്രയും സമയം വേറെ ആയിരുന്നെങ്കിൽ ലൈവ് ചെയ്യാൻ വേണ്ടി പറ. നിന്നെ പഠിപ്പിക്കുന്ന സമയം ഒരു 5 മിനിറ്റേ വേണ്ടു. എടാ എന്നെ ട്രിക്ക് എങ്ങനെയാണ്? WRL ചാറ്റ് പറ. നീ കാണിക്ക്. കാലി കൈ കാർഡ്. ഇത് എന്ത് താഴെ കയറിട്ട് എടുക്കണ നായിന്റെ പോലെ പുറക്ക്. എല്ലാരും പഠിപ്പിച്ചാലോ? അന്ന് എല്ലാരും പഠിപ്പിക്കാം. എന്തായത്? എടാ സിമ്പിൾ ആയിട്ട് ഒരു കാർഡ് ട്രിക്ക് പഠിപ്പിച്ചു തന്നാലോ? ഓക്കെ, എന്റെ കയ്യിൽ കുറച്ച് കാർഡ്സ് ഉണ്ട്. ബ്രോ ഇഷ്ടമുള്ളൊരു കാർഡ് എടുത്തോ. എന്നെ കാണിക്കണ്ട. ഇഷ്ടമുള്ള കാർഡ് എടുത്തോ. എവിടെ നിങ്ങൾ എടുത്തോ. എന്നെ കാണിക്കണ്ട. ക്യാമറ ലെസ് ഒന്ന് കാണിച്ചു. ഓക്കെ, ഞാൻ കാർഡ് ജസ്റ്റ് മേലെ വെച്ചോ. ജസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? ഒന്നുകൂടെ ചെയ്യാം. നിനക്ക് ഇഷ്ടമില്ല നിന്റെ ക്രഷിന്റെ പേരോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പേര്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പേര്. ഒരു മിനിറ്റ്. ഇഷ്ടപ്പെട്ട ഒരാളെ പേര്. പെണ്ണെന്നെ ആണോ? നിന്റെ ഇഷ്ടം പെണ്ണാണെങ്കിൽ നല്ലത്. മറ്റേ സൂപ്പർ ചാറ്റ് ചെയ്തുകൊണ്ട് നേരത്തെ ചെയ്ത അശ്വതിയാ. എടാ ഇപ്പൊ ഞാൻ പെണ്ണില്ല, വേറൊരാള്. പേരെന്തിനാ പറയുന്നത്? പറഞ്ഞോ. വേടൻ. കൈ ഇതുപോലെ വെച്ച ഓന്റെ സ്പെല്ലിംഗ് പറഞ്ഞ VEDAN എന്ന് പറയുമ്പോ നീ കാർഡ് എടുക്കുന്നു. ഓക്കെ, ഇതാണ് എന്റെ കാർഡ്. അല്ലല്ലോ, ഇതല്ലോ. ഉറപ്പല്ലേ? നീ അവന്റെ ഫാനാ? ഇഷ്ടമാണ്. എനക്ക് അവൻ ഇഷ്ടമല്ല.
നിനക്ക് ഇഷ്ടമല്ലേ? അല്ലടാ എനിക്ക് ഇഷ്ടമല്ലടാ. അതെന്താ? എനക്ക് ഇഷ്ടമല്ലടാ. ഈ സെയിം സംഭവം ഇല്ലേ, സെയിം സംഭവം നീ ഇപ്പം വെച്ച് വന്നില്ലല്ലോ. സെയിം സംഭവം നീ ഒന്ന് സ്പെൽ ചെയ്തിട്ട് എന്റെ കയ്യിൽ വെച്ചാ എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞ വെച്ച വി വി ഇ ഡി എ. നോക്ക് ഞാൻ നേരത്തെ എടുത്ത കാർഡ്. ഓക്കെ, കൊള്ളാം. മതി. അടുത്ത ലെവൽ. ഇത് സെയിം സാധനം തന്നെ വലിയ കാണിച്ചത് ലാസ്റ്റ്. ഇതൊന്ത് സംഭവം? എടാ മുത്തേ ജാസി മാറിയേക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്ത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞാ ഇനിയുണ്ട് എന്റെ പരിപാടി ഉണ്ടാ. ഇത് കാട്രിക്ക് വേണ്ട, വേറെ വെറൈറ്റി പരിപാടി. നീ ലാസ്റ്റ് 3 കാട്രിക്ക് കാണിച്ചത് കാണിച്ചാൽ ഇവര് സ്ക്രിപ്റ്റ് ആന്ന് പറയുമോ? എന്താ സംഭവം? എന്താ പ്രശ്നമില്ലല്ലോ, ചെയ്യാലോ എന്തായാലും. സ്ക്രിപ്റ്റ് അറിയുന്ന നോക്കണ്ട, നീ ചെയ്യാൻ അങ്ങോട്ട്. എന്താ ചെയ്യാൻ പോകുന്നു? നമ്മുടെ ബുക്കും പേപ്പറെല്ലാം എടുക്കുന്നുണ്ട്. ഇവനാടാ ബെസ്റ്റ്, ഇവൻ നൈസാ, അടിപൊളി. എടാ നീ ഇല്ലേ ഈ പേപ്പർ ഇതുപോലെ പിടിച്ചിട്ട് ഫുൾ വലിച്ചിട്ട് രണ്ടായിട്ടൊന്ന് കയറിയോ? ഫുള്ള് കയറിക്കോ, ഫുള്ള് വലിച്ച് കയറിക്കോ, ഫുള്ള് കയറിക്കോ. വേഗം കയറി. ഓക്കെ, ഈ കഷ്ണം എൻ്റെ കയ്യിൽ തന്നെ, എന്നിട്ട് അതിൽ പിടിച്ചോ, ഒരു കയ്യിലായിട്ട് പിടിച്ചോ. ഇത് ഞാൻ മാറ്റുന്നില്ല, അങ്ങനെ പിടിച്ചോ. ബോഡി കംപ്ലീറ്റ് റിലാക്സ് ചെയ്യാം. നിന്റെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് തോട്ട് കൊടുക്കുക. നീ എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഈ പേപ്പർ കയറാൻ വേണ്ടി പറ്റൂല. എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഈ പേപ്പർ കയറാൻ വേണ്ടി പറ്റില്ല. കയറാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതോറും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. പേപ്പർ ആരെ കൊണ്ട് കയറാൻ വേണ്ടി പറ്റൂല. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാ, കയറാൻ നോക്കിയാ പറ്റൂലടോ. ഇതും സ്ക്രിപ്റ്റാന്ന് പറയും. നോക്കട്ടെ അങ്ങോട്ട്. ഇപ്പർ സൈഡ് എല്ലാ സൈഡും നോക്കിക്കോടാ. ഇങ്ങനെ നേരെ 4 സൈഡും നോക്കിക്കോ. ഇവിടെ നേരെ പിടിച്ചിട്ട് കയറാൻ നോക്കടാ. ഈ സൈഡിൽ നിന്ന് കയറാ. അങ്ങനെ ഒറ്റ വലിയ ടൈറ്റ് ആക്കടാ. മറ്റേ സൈഡ് നോക്കിയാ, അങ്ങോട്ട് അപ്പർ സൈഡ് നോക്കിയാ. കീറാൻ പറ്റില്ലെങ്കിൽ നോർമൽ ആൾക്കാർ പറയുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അവരെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ ഇത് ടിയർ ചെയ്ത് കാണിക്കാനും കുറച്ചും കൂടെ സംഭവം അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഗേൾസിന്റെ ഗെയിം ഓക്കെ. എടാ നിങ്ങള് എന്റെ അക്കൗണ്ട് കയറി നോക്കിയാൽ കൂടുതലും പെൺകുട്ടികളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. സോ പെൺകുട്ടികളെ റീൽ എടുക്കുന്നതിന്റെ മെയിൻ റീസൺ ഈസ് ഇൻസ്റ്റഗ്രാമിൽ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ആണുങ്ങളായാലും എടാ നിങ്ങളെല്ലാരെയും കാണല് പെണ്ണുങ്ങളായിരിക്കുമല്ലോ കാണുന്നു അല്ലേ? എടാ മമ്മു അല്ലേ? എടാ പെണ്ണുങ്ങള് കൊറേ എണ്ണം കുണ്ടത്തികളാടാ. പെണ്ണുങ്ങളെ പറഞ്ഞ സീരിയസ് ആയിട്ട് ലെസ്ബിയൻസ് ആണ് ഗേൾസ് കൊറേ എണ്ണം. എടാ മറ്റേതാടാ അങ്ങനെയാന്ന്. അപ്പൊ ഗേൾസ് ആയാലും ഗേൾസിനെ തന്നെയാണ് വെച്ചാല് ഒരു 80. എടാ അവര് രണ്ടും ആടാ 80% കുണ്ടത്തികളാണ്. എനക്കറിയാം. ഞാൻ മെന്റലിസ്റ്റ് അല്ലേ? അവര് അങ്ങനല്ല, അവർക്ക് ആണുങ്ങളോട് അട്രാക്ഷൻ ഉണ്ടാവും, പെണ്ണുങ്ങളോട് അട്രാക്ഷൻ ഉണ്ടാവും, രണ്ടാളോടും ഉണ്ടാവും. സ്ട്രൈറ്റ് അല്ല ബൈസെക്സ് അല്ല ആ സാധനം. അപ്പൊ പെണ്ണുങ്ങളും കൂടുതൽ കാണുന്ന പെണ്ണുങ്ങളെ വീഡിയോസ് ആണ്. അപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കാണുന്ന ആരെയാ? പെണ്ണുങ്ങൾ. അപ്പൊ പെണ്ണുങ്ങളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കാണുക. നമ്മുടെ അക്കൗണ്ട് റീച്ച് ആണെങ്കിൽ പെണ്ണുങ്ങളെ വീഡിയോസ് തന്നെ ചെയ്യണം. അത്രയില്ല സിമ്പിൾ. എല്ലാരും കേരളത്തിൽ തന്നെ പ്രമുഖമായി നടക്കുന്നു. ഹോസ്റ്റൽസിലാണ്. ഹോസ്റ്റലിൽ പോയി നോക്കിയാൽ ഗേൾസ് ഹോസ്റ്റലിൽ പോയി നോക്കിയാൽ മതി, സാധനം കാണാം. മാസ്ക് മാറ്റിക്കൊണ്ടാന്ന് പറയുന്നത് എന്താ എണിച്ചു പോടാ, ഇരിക്കണം എനിക്ക്. അമ്മ ഫുഡ് വേണം മോനെ, ഓനെ എണീപ്പിക്ക്. കടല പോയിക്കാനുള്ളത് അതിനെണീപ്പിച്ചേ. ഇവിടെ ജാസി ഇവനെല്ലാം പ്ലാൻ ചെയ്തിട്ട് നമ്മളെ പറ്റിക്കുന്നതായിരിക്കോ? ജാസി ഇന്ന് പണിയെടുക്കാണ്ടിരിക്കാൻ വേണ്ടി സ്ക്രിപ്റ്റ് ഇടുന്നതായിരിക്കോ? അവിടെ ഒരു സാധനം കൂടെ പക്ഷെ അതും സ്ക്രിപ്റ്റാന്ന് പറയും. എന്നാലും ചെയ്യാം. ഓൻ എന്തായാലും നീ ഇതെല്ലാം മതി തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. അടുത്ത പറ സണ്ണി ലിയോൺ നോക്കിയാലോ? സണ്ണി ലിയോണോ? ഇവന് വേറെ ആരാവില്ല, ഇവൻ മാത്രം വിഷ്വൽ എടുക്കുന്നില്ല. അത് നമ്മക്കൊന്നും കഴിവില്ലാത്ത എന്താന്ന്
അമ്മ എന്താ നമുക്കെന്താ കുഞ്ഞിന് മാത്രം ആ അടുത്ത് നമുക്ക് എന്താ ആഗ്രഹമില്ലേ കാണിച്ചു തരൂ. അല്ല ഓനെ സണ്ണി ലിയോണ്ട് എങ്ങനെ കാണിക്കാൻ പോകുന്നത്? മാറ് ഇങ്ങോട്ട് മാറും. എങ്ങനെ സണ്ണി ലിയോൺ വെറുങ്ങനെ നിക്കുന്ന കാണിക്കുന്ന? ആ സണ്ണിയിലാണ് വെറുങ്ങനെ കാണും. എടാ മുണ്ടാടുക്കടാ. ഒരാളെ വേണം, പക്ഷെ മീൻസ് കാണാനായിട്ട് ഒരാൾ വേണം. ആരും ഇവൻ പോരെ സംഭവം. ഇവൻ ഓക്കെ, ഇവൻ വില്ലിങ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ സംഭവം വർക്കാവൂലു. ഇവൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സാധനം ആവൂല. ഓന് ഇഷ്ടാൻ സാധ്യതയില്ല. ഒരു പെണ്ണുങ്ങളെ തീരെ ഇഷ്ടമല്ല. അതെയാ? ആ അങ്ങനെ ഉണ്ട്. നമ്മളോട് പറയുന്നല്ലേ നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടുള്ള അങ്ങനെ. ഓന് പെണ്ണുങ്ങളുമായിട്ടുള്ള അത്ര ഇതല്ല, ഓനക്ക് ഇഷ്ടമല്ല. അതിനൊന്നും നിക്കലില്ല. നമ്മള് വായി നോക്കാൻ പോകുമ്പോ ഓന് ഇറങ്ങലില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. എന്നാ അത് വേണ്ട. ചിലപ്പോ നമ്മളോട് പറയണെങ്കിലോ ഒന്ന് പരീക്ഷിച്ചാലോ അന്ന് നോക്ക് ഇന്ന് തിരിച്ചറിയാതെ മാറാടുന്ന് കാണട്ടവനാ. മിയ ഖലീഫ കൊള്ളാലടാ. നീയല്ലോ മക്കളെ, നിനക്ക് മിയ ഖലീഫിനെ കാണണ്ടല്ലടാ. നിനക്ക് എന്റെ ശബ്ദം വളരെ വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ വേണ്ടി പറ്റും. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഡീപ്പറാണ് ഇപ്പോൾ. ഇനി നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിനക്ക് സണ്ണി ലിയോൺ എന്ന് പറഞ്ഞ ആക്ട്രസിനെ നിനക്ക് നിന്റെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് സണ്ണി ലിയോൺ എന്ന് പറഞ്ഞ ആക്ട്രസിനെ കാണാൻ വേണ്ടി പറ്റും. ഇനി നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ സണ്ണി ലിയോൺ എന്ന് പറഞ്ഞ ആക്ട്രസിനെ നിനക്ക് നിന്റെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ സണ്ണി ലിയോണിനെ കണ്ടാലെന്നാ ജസ്റ്റ് ഒരു സെൽഫി എടുക്കും അല്ലേ? സോ ഇനി നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ സണ്ണി ലിയോൺ എന്ന് പറഞ്ഞ ആക്ട്രസിനെ നിനക്ക് നിന്റെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് സണ്ണി ലിയോൺ എന്ന് പറഞ്ഞ ആക്ട്രസിനെ നിനക്ക് നിന്റെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഓണെ സ്നാപ്പ്. കണ്ണുറന്നേ. ഇതാരാടാ? ഇതാരാ? നോക്കിടാ. ഇതാരാ? എടാ ശരിക്കും നിന്ന കാണുന്നത് സത്യം പറ. ഇതാരാ? കൈ കൊടുക്കുന്നോ? എന്താണോ അങ്ങനെ പറഞ്ഞ? ബാറ്റെടുത്ത് നിൽക്കുന്നത് ഷട്ടിൽ കളിക്കാരാ? എടാ ഇതെന്താ സംഭവത്ത് വിട്ടെ. നീ ചെക്കനെ പ്രാന്തനാക്കിയ? എടാ ലൈവില് ഗസ്റ്റ് ആയിട്ട് വന്നേണോ? കൈ കൊടുക്കടാ. എടാ നീ എന്താ സണ്ണി ലിയോണിനെ കൊണ്ട് എന്താ എടുപ്പിച്ചത്? എന്താ ഇട്ടിട്ടുള്ളത്? ഷഡ്ഡിയായിട്ട് ഇട്ടിട്ടാ നിക്കുന്നത്. അതുകൊണ്ടായിരിക്കും. ഉപ്പായുണ്ട് സാരിയല്ലേ? ജാസി മൊത്തം സൈക്കോ ഇതായാലോ. അവന്റെ മുഖെല്ലാം മാറിയടാ. ട്രാൻസിലേക്ക് പോകാൻ. ട്രാൻസാ? അപ്പൊ ഇത് മൊത്തം ഒരു ട്രാൻസാ? വേണ്ട പോലും. മാം. ജാസി നീ എന്താ ഒരുമാതിരി? നീ ചിരിച്ചേ? നീ എന്തോ പോലെ നിക്കുന്ന ജാസി? ഇതെന്താ ഗസ്റ്റ് ആയിട്ട് എന്താ? നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെ തന്നെ ആയിരിക്കും. കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കും. എങ്ങനെയാണ് ഉണ്ടായതെല്ലാം കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കും. എല്ലാം പഴയ പോലെ തന്നെ ആയിരിക്കും. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. എങ്ങനെയാണ് ഉണ്ടായതെല്ലാം പഴയ പോലെ തന്നെ ആയിരിക്കും. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിരിക്കും. നീ ഭയങ്കര കോമഡി. ഇതാ ഒന്ന് കൈയടിച്ചു കൊടുക്കണം. എന്തോ നല്ലൊരു കോമഡി ആണ്. മെസ്സി റൊണാൾഡോ. എടാ മെസ്സിനെ റൊണാൾഡോ എല്ലാം കാണിക്കാൻ പറയുന്ന. എടാ എന്നെ ചെയ്യാൻ പറ്റടാ. അതാണ് എന്റെ ഏറ്റവും വലിയ. എടാ ഇവര് 1 2 3 4 5 6 7 ആളില് നല്ല സബ്ജക്റ്റ് ആയിട്ട് കിട്ടിയത് ഒന്ന് ഈ മച്ചാനെയാണ്. പിന്നെ ഇയാള് പക്ഷെ വിഷ്വൽ എടുക്കുന്നില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്. സോ കുറച്ചുകൂടെ ആൾക്കാരുണ്ടെങ്കിൽ ഇവനെ കണ്ടേരാൻ എനിക്ക് തോന്നിയ സമ്മാനം ഇവന്റെ അടുത്ത് ആവൂല. എടാ എന്നെ കണ്ടപ്പോ തന്നെ തോന്നിയൊരു തന്നെ ആവൂല. നിനക്ക് ആവൂല. പിന്നെ മെസ്സിനെ ഒന്ന് കാണാനാ. നൈസായിട്ടുണ്ടാവും. എടാ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അതിന്റെ? ഇനി മതിയല്ല. എനിക്ക് കണ്ടാലേ ആള് അറിയോ? മതി. അല്ല ഇപ്പൊ സ്ക്രിപ്റ്റ് ഒന്നും കാണുന്നില്ല. ഇപ്പൊ നേരത്തെ ആദ്യമാണ് സ്ക്രിപ്റ്റ് എന്നെല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ ആരും സ്ക്രിപ്റ്റ് ഒന്നും പറയുന്നില്ല.
അതിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന എടാ ഒരു സാധനം ലൈവായിട്ട് കാണിച്ചാലോ, ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ചെയ്താലോ. എന്താ ഒരു സംഭവം ഉണ്ട്, പക്ഷെ അതിന് സ്ക്രിപ്റ്റ് ആണെന്ന് പറയാം. ഇപ്പൊ ഓരോ സാധനം എനിക്ക് മടുത്ത്. എടാ ഒരു സാധനം ഇപ്പൊ എങ്ങനെ പറയാ, എനക്ക് ഒരാളെ പേര് വേണം. ഓക്കെ എടാ ഇതിനകത്ത് എടാ എന്റെ ഫോണിപ്പോ ലോക്കാണ്, ഓക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല, ഫോൺ ലോക്കാണ്. ഓക്കെ കട്ട് ചെയ്യാം. എടാ എന്റെ നമ്പറിലേക്ക് സീനൊന്നുമില്ല, എന്റെ ഫോണിപ്പോ ലോക്ക്. എടാ നമ്പർ എടുത്തന്നെ എഴുതിയിട്ടുണ്ടാ. എടാ എന്റെ ഫോണിപ്പോ ലോക്കാണ്. എനിക്ക് ഈ ചാറ്റിലില്ല ഒരാളെ പേരാന്ന് വേണ്ടേ. ഓക്കെ ഈ ചാറ്റിനകത്ത് വരുന്ന ഒരാളെ പേരാന്ന് വേണ്ടേ, ആളുടെ പേരാണ് വേണ്ടേ. ഈ ചാറ്റിൽ വരുന്ന ഒരാളെ പേര്. ഓക്കെ ഞാൻ എന്റെ പേര് ആദ്യം അടിക്കുന്നുണ്ട്, ഇതിനകത്ത് നോക്കിക്കോ. വിളിച്ചോണ്ട് നീ ഫ്ലൈറ്റ് മോഡ് ഇട്. നിന്റെ ആ നമ്പറിൽ ലീക്ക് ആയിട്ടാ, വിളിച്ചാളെ നമ്പറിലേക്ക് എനിക്ക് കോള് പോയിക്കൊണ്ട് നിൽക്കുന്നു കേട്ടോ. എത്ര വാച്ചിങ് എത്ര ഉള്ളത്? 25,000 ആൾക്കാരാണെന്നുണ്ട്. മുത്തൻ മരണ ലീക്ക്. ഇനി രണ്ട് മാസത്തേക്ക് നോക്കണ്ട. എടാ അത് ഇത് കണ്ടിട്ട് വിളിക്കുന്നേടാ, ലൈവ് കണ്ടിട്ടാ വിളിച്ചോണ്ട് ഉപ്പാട് തീർന്നോളൂ. എടാ എന്റെ പേര് ഇതിനകത്ത് അടിക്കുന്നുണ്ട്. കാണുന്നില്ലേ? ഇത് കറക്റ്റ് അല്ല ഇൻകറക്റ്റാ? ഓക്കെ ലൈവില് 10ാമത്തെ വരുന്ന ഒരാളെ പേര് ബ്രോ നീ എന്നെ പറഞ്ഞു. ഒരു മിനിറ്റ് ഞാൻ ഇത് സ്ക്രീൻ കാണിക്കും. ഇതെങ്ങനെ ഞാൻ തെരഞ്ഞെടുക്കുക? നീ എടുത്തോ ഒരാളെ പേര്, ഇഷ്ടമുള്ള ഒരാളെ പേര്. കണ്ണുകൂട്ടി ഞാൻ ക്ലിക്ക് പറയട്ടെ. ആ ലിൻജോസ് എന്ന് പറഞ്ഞ അവന്റെ പേര് എടുത്തോ. ലിൻജോസ് കണ്ണുകൂട്ടി ഞാൻ ക്ലിക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന പേര്. ഓക്കെ റെഡി. ക്ലിക്ക് ആയാ? കിട്ടിയാ? ഇല്ല കിട്ടിയില്ല. ക്ലിക്ക് ആയാ? ആയി. ആരാ? AD കോപ്സ് മീഡിയ സാധനം അടിക്കുന്നുണ്ടേ. എടാ പോയി വേറെ ADCORPS മീഡിയ മീഡിയ EDIA. ഞാൻ റേസർ ഫിംഗർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഫോൺ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ഓക്കെ അപ്പൊ ബ്രോ താങ്ക് യു. നിങ്ങൾക്ക് ടാലന്റ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കുറച്ച് ആൾക്കാർ വന്നിട്ട് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്, അത് നോക്കണ്ട, നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ അപ്പൊ താങ്ക് യു. ഇവിടെ നിൽക്കുന്നുണ്ട്, 2 ദിവസം ഇവിടെ നിന്നിട്ട് പോവാം. എന്താ പറയുന്നത്? എന്തായാലും വന്നല്ലോടാ, നാളെ പോവാം. നീ അധികം വർത്താനം പറയണ്ട കേട്ടാ. ഇല്ല എനിക്ക് എന്തോ ഒരു ഉറക്കത്തിന്റെ ഒരു ഇതുപോലെ ഉണ്ട്. വേറെ എന്നാ ഇതെന്താ എല്ലാരും ചാറ്റിലും ഓരോ പേരെല്ലാം ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്? കഴിഞ്ഞ് ലൈവെല്ലാം കഴിഞ്ഞ് പോയിക്കോ. അഫ്സല് അഭിജിത്ത് പടാ ലൈവെല്ലാം കഴിഞ്ഞ് വിട്ടോ. അഫ്സല് പോലും മറ്റേ എല്ലാം കഴിഞ്ഞ് വിട്ടോ. ആരാ എന്റെ ഫോണാ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഈ ട്രിക്ക്. അതെന്താ തന്നെ നീ കാണിക്കും? അല്ല അടുത്ത ലൈവില് നീ വന്നിട്ട് അത് കാണിക്കും. അല്ല ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത്. ഫിംഗർ പ്രിന്റ് വെച്ചാലും തുറക്കാലോ ബാക്കില്. ഇവിടെ എന്തായാലും ചെക്കൻ കൊറേ ട്രിക്സ് ചെയ്തു നോക്കാം. എടാ ഫോണടാ സൈലന്റ് ആക്ക്. പറ ചാറ്റ് പറ. അടുത്ത പരിപാടി എന്താ? എടാ വൈൻഡപ്പ് ചെയ്യല്ലേ, സ്ട്രീം വൈൻഡപ്പ് ചെയ്യല്ലേ? മെന്റലിസ്റ്റിന്റെ പരിപാടികളും കഴിഞ്ഞല്ലോ. വേറെന്താ പരിപാടിയാണ്? പറ ചാറ്റ് പറ. വേറെന്താ വേറൊന്നും പറഞ്ഞില്ല, ട്രൈ തൊപ്പി തന്നെ പറയുന്നു. എടാ എന്നെ ചെയ്യാൻ പറ്റൂലടാ, ഞാൻ നെഗറ്റീവ് സബ്ജക്റ്റാന്ന് പറയുന്നത്. ഞാൻ ഷമീർ ലവ് എന്നാലും നിന്നെ ടൈപ്പ് ചെയ്തില്ലല്ലോ. ജാസി ഗേ ആണോ നിൽക്കുന്ന? നിന്റെ അച്ഛൻ സോറി അറിയാൻ വിളിച്ചായിരുന്നു.
ജയെന്നല്ല മുത്ത തൊപ്പിനെ ഫസിയെ കാണി ഷസീമിന് ഹായ് കൊടുക്കാം. ഹായ് ഷസീം, ബ്രദർ ബ്രദർ നീ എന്തിനിങ്ങനെ വരക്കുന്നു അമ്മ ഇങ്ങനെ വർക്കുക വലിയ ആളായി നിഹാ നിനക്ക് സുഖമല്ലേ? ജബിൻ പി ജോബി സുഖം ബ്രദർ. എന്ത് കഥ? മമ്മു ലവ് യു മാരി മീന്നാ, ലവ് യു മാരി മീന്നാ. ആഷ്മി ഹസൻ ആഷ്മി ഹസൻ 40 റുപ്യ അയച്ചിന്. ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എന്താ ഗോറ്റ് ചാനൽ പോകാൻ പറ്റാത്ത? ഫേക്ക് 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 ഫേക്ക്. കോൾ ഹനാൻ. എന്തിന് എടാ ഹനാൻ ഷാന്റെ റിയൽ ഐഡി അല്ല നേരത്തെ വന്നത്, മനസ്സിലായി? ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, അത് ഫേക്കാണ്. 1 സബ്സ്ക്രൈബർ കാണിക്കുന്നത്. ഫേക്ക് ഐഡിയിൽ ആരും ഹനാൻ ഷാന്ന് പേരും വെച്ചിട്ട് വന്നാടാ. മമ്മൂന് ഉപ്പാനെ കാണിക്കാൻ പറയുന്ന മമ്മൂന് മമ്മൂന് ഉപ്പാനെ തപ്പാൻ വേണ്ട നമുക്ക്. നമ്മള് ഞാൻ കാസർഗോഡ് പോകുമ്പോ തപ്പാന്ന് വിചാരിച്ചത്. അവിടെ അത് ക്യാൻസൽ ആയിപ്പോയടാ. ക്യാൻസൽ അത് മാറ്റി വെച്ചടാ. ഫൈനലിൽ പോകാൻ പറഞ്ഞു എന്നോട്. ഞമ്മ ഫുള്ള് സെറ്റായിട്ട് ഇറങ്ങിയത്. കാസർഗോഡ് പോവാ സെറ്റ്. ആദ്യത്തെ IRL മോനെ പവർ എന്നെല്ലാം പറഞ്ഞ ഇറങ്ങിയത് എല്ലാരും കൂടിയിട്ട്. ഓക്കെ 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 ഓക്കെ. എടാ ആർക്കും അത് പറയണേ പറഞ്ഞോ. ബെല്ലം പുതിയ പോലെ വെക്കുന്നുണ്ട് കുറേ എണ്ണം. ബെല്ലം പുതിയ പോലെ ബുദ്ധിങ്ങിട്ടുള്ളതെല്ലാം വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. ആർക്കും എന്താ പറയണ്ടേ പറഞ്ഞോ. എന്തെല്ലാം 10 മണികളെ പൊളിച്ചടക്ക് പൊളിക്കങ്ങള്. മമ്മു അവതാർ ലാസ്റ്റ് എയർബെൻഡർ. അവതാർ ലാസ്റ്റ് എയർബെൻഡർ. അതിനെ പോലെ അല്ലുള്ളത്. അതറിയില്ല. പണ്ട് കൊച്ചു ടിവിയിൽ വന്ന ഒരു സാധനമുണ്ട്. മമ്മു നിന്റെ കോമഡി ഇപ്പൊ തീരെ വർക്കാവുന്നില്ല, മനസ്സിലായോ മമ്മു? കാര്യം പറഞ്ഞു, നിന്റെ ഒരു കോമഡി ഇപ്പൊ വർക്കാവില്ല. ഇവനെന്തോ പറയാണ്ട് പോലും. പറയട്ടെ. എടാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എടാ എന്റെ മുമ്പ് ഒരാൾ ആക്സിഡന്റ് ആയിട്ട് മരിച്ചിട്ടുണ്ടായി എറണാകുളത്ത് നിന്ന്. ഞാൻ കുറെ കാലം എറണാകുളം ഉണ്ടായി. ചങ്ങായി നരച്ചിട്ട് കാലില്ലാത്തോളം അവന്റെ ഡ്രസ്സിൽ ഒരുമാതിരി കാണാൻ ഒരുമാതിരി മുകളിൽ ഇങ്ങനെ ആയിട്ടുള്ള ഒരാള്. അപ്പൊ അയാള് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. ഫുള്ള് ബ്ലഡ് ഇതായിട്ട് മരിച്ചു. അപ്പൊ എനിക്ക് പെട്ടെന്ന് കണ്ടാൽ എന്താ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഒരുത്തനും അവനെ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ ആൾക്കാരൊരു സംഭവം എന്ന് വെച്ചാല് ഈ വസ്ത്രവും അതുപോലെ തന്നെ ആളെ ഫേസും കണ്ടിട്ടാണ് ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്, പൈസയും. അപ്പൊ ആ സ്ഥാനത്ത് പൈസയുള്ള ഒരാളാണെങ്കിൽ ആ റെസ്പെക്ട് അവൻ അവിടെ കിട്ടും, അവൻ ചിലപ്പോൾ രക്ഷപ്പെടുന്നു. പക്ഷെ ആൾക്കാരെ വെറും ഈ ഒരു ലുക്കും അതുപോലെ തന്നെ പൈസയും വെച്ച് ജഡ്ജ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ട്. അത് വെറും മൈര് പരിപാടി. ആ ഒരു കാര്യം പറയണം. ഇത്ര ആൾക്കാർ കാണുന്ന ലൈവ് സ്ട്രീമിൽ എനിക്ക് പറയണമെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം പറഞ്ഞു. അത്രയില്ല. ഇപ്പം ഇവിടെ പറയാൻ കാരണം അത് എനിക്ക് ഉള്ളിന്ന് വന്നേടാ. പിന്നെ ഇതാണ് എന്റെ ഇൻസ്റ്റാ ID. സോ ഞാൻ ഇതിന്റെ ക്ലാസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ആ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ക്ലാസ് ആയിട്ട് തന്നെ പഠിക്കാം. എനിക്ക് ജസ്റ്റ് ഒരു ഹായ്. 7 വർഷം ശരിക്കും 7 വർഷം തടവ് കൊടുത്താ? 7 വർഷം തടവ് കൊടുത്ത? ഇല്ലല്ലോ, അത് ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പൊ ജാമ്യം കിട്ടിയില്ല. ചങ്ങായി എന്താ പറഞ്ഞത് ശരിക്കും? ബുദ്ധികളെ എന്താണ് പറഞ്ഞത്? അറിയില്ല. എന്തേ പറഞ്ഞിട്ടുണ്ടാവും. അവൻ ഇഷ്ടമാണ്, അത് പൊളിയാണ്, ശിവരാജിയാണ്, അടിപൊളിയാണ്, അവിടെ എന്തെല്ലാം പറഞ്ഞാലും ചങ്ങായി അല്ല. അതന്നെ വലിയ സീരിയസ് ആക്കി എടുക്കണ്ടായിരുന്നു. അലിൻ ജോസ് അതൊന്നല്ല, അവർക്ക് അറിയാം. അലിൻജോസിന്റെ കട്ടില്ലേ? മുടിയില്ലെങ്കിൽ അലിൻജോസാണ്. മുടിയേക്കില്ല. എന്റെ ആ ഒരു ഡാൻസും കളിക്കേ. ഡാൻസ് കളിച്ച അലിൻജോസിന്റെ ഡാൻസ് കളിച്ച ആ ഡാൻസ് കളിക്കും. മറ്റേ ഡാൻസ് അങ്ങനെ അലിൻജോസിന്റെ കുറച്ച് ചെറുങ്ങനെ ഞാൻ ശ്രദ്ധിച്ചല്ലേ ഇത്രയും കാലം. അത് വെച്ച് നോക്കും. മമ്മൂന്ന് പറഞ്ഞൊരു ബോണ്ട മുഖന. അത് വെച്ച് നോക്കുമ്പോ
അത് വെക്കുമ്പോ മമ്മൂനെ വെച്ച് നോക്കുമ്പോ ലോകത്തെ എല്ലാരും ഭേദമല്ലടാ. അടീനൊന്നും എന്റെ അടുത്ത് മാറ്റോ അത് കുളിക്കും ചെയ്യില്ല മടക്കുന്നതിനാ. ഡാൻസ് ചെയ്യണോ? ഓക്കെ ലൈവ് നിർത്തുമ്പോ ലാസ്റ്റ് ഡാൻസ്. ഓക്കെ വൈൻഡ് അപ്പ് ഡാൻസ്. ഓക്കെ നിനക്ക് അതിന് മുന്നേ എന്താ പറയണ്ടേ പറ. പെട്ടെന്ന് വേടനക്കാണ് എല്ലാരും പറയുന്നേട്ടാ. വേടനെ പറഞ്ഞില്ലടാ. വേടന്റെ നമ്മളെന്ത് സംസാരം നമ്മള് കൊറേ ആൾക്കാരെ ഇരുന്ന് വേടൻ എന്നുള്ള എന്തോ ഒരു വിഷയം കിട്ടിയ പോലെ കളിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ആവാൻ പറ്റൂല. നമ്മളങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. നമ്മളങ്ങനെ ആവില്ല ഒരിക്കലും. ഈ സിറ്റുവേഷനിൽ നമ്മൾ കടന്നു പോയതാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ വെച്ച് ആഘോഷിക്കില്ല. അതിനെ കുറിച്ച് കുറെ ഇപ്പൊ നല്ലത് പറഞ്ഞാൽ പോലും പോസിറ്റീവ് പറഞ്ഞാൽ പോലും അതൊരു ചർച്ചയാക്കാൻ പോലും മനസ്സിലായി. അങ്ങനെ ചർച്ചയാക്കുന്നത് മീഡിയക്കാരുണ്ട്. അതാ നമ്മ അങ്ങനത്തെ ലെവലിലേക്ക് നമ്മൾ എന്തായാലും പോകാൻ പറ്റില്ല. എടാ അതെല്ലാം വേടന അതെല്ലാം ചെറിയ കേസാണ്. നിങ്ങളെന്നാ പറയുന്നത് ഓല പുട്ട് പോലെ പുല്ലുപോലെ ഓനിത് ഒരു നല്ല പോസിറ്റീവ് സൈഡിലേക്ക് ഓൻ ഇതെല്ലാം കാണുന്നുണ്ടാവും. മനസ്സിലാവും. ഇതൊന്നൊരു എനക്ക് തോന്നില്ല വലിയ സീനാണെന്ന്. വലിയ ഉടായി പഠിക്കുന്ന കുറെ അമ്മമാരുണ്ടാവില്ലേ? അത് പോലീസുകാരോ? പോലീസുകാരല്ലേ, സോറി പോലീസൊന്നല്ല, ബാക്കി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇതിനെക്കാട്ടും കൂടുതൽ മുമ്പിത്തരം പരിപാടി കളിക്കുന്നവരുണ്ടാവും. ഓർക്കൊന്നുമില്ല. ജാതി മത ഭേദം ആദ്യം പോലീസുകാരെ പറഞ്ഞത് പെട്ടെന്ന് സോറി പോലീസുകാരല്ലേ. അല്ല ഞാൻ പറഞ്ഞു മാന്യനായിട്ട് ഡിസ്കോഡ് കയറാൻ പറയുന്നുണ്ട്. ലോട്ടയിൽ പിന്നെ കയറാം. ലോട്ടയിൽ ആളുണ്ടാ? ലോട്ടയിൽ കയറി നോക്കണം. ലോട്ടയിൽ കയറി നോക്കാം. എന്തെങ്കിലും ഇത്ര ഭാരം 4700 ഓൺലൈൻ. എടാ 5000 അടുപ്പിച്ച ഓൺലൈനടാ. ലോട്ട സ്കൈ റോക്കറ്റ് ചെയ്യാന്ന് കേട്ടോ. പിന്നെ ഒരു മിനിറ്റ് സാമാനം കാണിക്കോ ആരെങ്കിലും ഹൈഡ് കിട്ടെ. ഓക്കെ ഹലോ പോയി ഹലോ ഹലോ കേക്കുന്നുണ്ടോ? ക്യാമറ എന്ത് കഥ? എന്താ കൊടുക്കുന്നുണ്ടോ? ലൊട്ടോ എടുക്കുന്നുണ്ടോ ചോദിക്കുന്ന മമ്മ. നിന്റെ ലൊട്ടോ എടുക്കുന്നുണ്ടോ ചോദിക്കുന്ന. കോൾ ലിയ പറയുന്നുണ്ട് മോനെ തുടങ്ങി മോനെ ചാറ്റിൽ കോൾ ലിയ വരുന്നുണ്ട്. അടുത്ത അടിയിലേക്ക് പോയത് മുനുക്കോമഡി എല്ലാവരും 3 ഹാ അത് മതി. ഓക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരി അമ്മ, എന്തൊരു കോമഡിയാന്ന്. നിന്റെ നേരത്തെ കണ്ടടാ നിന്റെ കേട്ടടാ നമ്മള് മുഞ്ചിയതിന്റെ ചക്കരം പറയുന്നത് മാറി. ഹലോ ഇതാണ് ലൊട്ടന്റെ പ്രശ്നം. ബ്ലാക്ക് സ്ക്രീൻ അങ്ങനത്തെ ഇത് കൊടുക്കരുത്. 5000 ഓൺലൈനടാ. 5000 ഓൺലൈന്. ഒരാള് ക്യാമറ ഓൺ ആക്കുന്ന ഒരാളെ കിട്ടിയാൽ മതി എനിക്ക്. ആരാണ് ആ ഭാഗ്യവാൻ? അതാ വന്ന് ക്യാമറ ഓടി. ഹലോ എവിടെ ഉള്ളത് പനി? ഹലോ കേക്കുന്നുണ്ടോ? അസ്സലാമലൈക്കും. ഹലോ ഇവർക്ക് സൗണ്ട് ഇല്ലാന്നോ? നമ്മള് പറയുന്നവർ കേൾക്കുന്നില്ലെന്നോ? എടാ പാട്ട് പാടിയല്ലോ. എന്ത് പറയുന്നത്? പാട്ട് പാടിയല്ലോ.
നിങ്ങൾ എന്ത് ബെല്ലം പുതികളാണ്. നീ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ലിയക്ക് ഉമ്മ കൊടുത്തപ്പോ എന്ത് തോന്നി മമ്മു? ഓന്റെ കിളി മാറിയത് പോലെ തോന്നി. കൊടുത്തതല്ലോ എനിക്ക് ഓർമ്മയുണ്ട്. ഓ നല്ല കൊണ്ടല്ലേ. എന്താ വേറെ കഴിഞ്ഞിട്ട് പൊളയല്ലേ ലൈവ് കഴിഞ്ഞിട്ട് എനിക്ക് കൊടുക്കുവോ? അതിനെന്താ 2 അടി കൊടുത്താ എന്താ? അല്ല അടി കണ്ടാ അതല്ല 3 ഉമ്മ കൊടുത്തു. അത്ര ഉള്ള കുത്ത. ഇല്ല. ആ എന്നാലും കുറെ നമുക്ക് പാട്ട് പാടിയാലോ എന്നാല്? ആ ലൊട്ട വേണ്ട. ഹലോ മച്ചാനാ. ഹലോ കേക്കുന്നില്ലേ? ഇവന് കേൾക്കുന്നില്ല ഒന്നും. റെസ്പെക്ട് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് റെസ്പെക്ട് പൊളിയല്ലേ? നമ്മൾ ഇവനെ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവനെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നു. പിന്നെ ഫുഡടി മാത്രമേ ഉള്ളൂ ഞങ്ങൾ. പിന്നെന്ത്? എന്തെങ്കിലും പരിപാടിയൊക്കെ പോയിക്കൂടെ നമുക്ക്? എന്തെങ്കിലും നേരത്തെ സണ്ണിയിൽ വേണ്ട കാണിക്കാന്ന് പറഞ്ഞു. അതാരാടാ പെണ്ണായിരുന്നാ? നമുക്ക് വായോക്കാൻ പോവാ. പുറത്ത് പോവാ. നീ കൊച്ചി കണ്ടിട്ടാലോ വരെയൊക്കെ നൈറ്റ് ലൈഫ് കണ്ടിട്ടാലോ കൊച്ചിയിലെ? പുറത്തോ കണ്ടില്ല? എന്നാലും പോവാ. നീ ലൈവായിട്ട് ഗേൾസിന്റെ അടുത്ത് മെന്റലിസം ചെയ്താലോ? എന്നാ ഒരു പാട്ട് വെച്ച് ഡാൻസ് കളിച്ചെടുക്കാം. തൊപ്പിയൊരു കളിയായിരുന്നു. അല്ല അതിനകത്ത് ചാറ്റ് പോലെ ചാറ്റ് വന്നിട്ട് മൂപ്പർ അത് മാത്രം ഫിൽട്ടർ ചെയ്ത് വായിച്ച്. അത് പൊളി തന്നെ. അല്ല നേരത്തെ ഈ ലിയ ലിയ എന്ന് പറഞ്ഞ സ്പാം ചെയ്യുന്നത്. ലൊട്ടൊരു എടാ ആരാടാ ലിയ? ഒരുമാതിരി റാംബോനെ പ്രിയതമ പ്രിയതമാന്നൊന്നും പറയാൻ. ലിയ പറയുന്നത് റാംബോനെ അറിയില്ല, അല്ല റാംബോ ഫ്രണ്ടാന്ന്. ലിയ പറയുന്നത് റാംബോന്റെ ആഗ്രഹം ലിയ ഓന്റെ ഗേൾ ഫ്രണ്ട് ആകാൻ പറ്റും. അത് റാംബോന്റെ ആഗ്രഹം. അങ്ങനെയൊന്നുമില്ല. അതാണ് ഇവന്റെ ആഗ്രഹം. പക്ഷെ ഓള് ഇവരെ റിജക്ട് ചെയ്ത്. അതാണ് കഥ. ആര് ഇവന് ട്രൂ ലവ് ആ ഇവര് ട്രൂ ലവ് ആണ്. പക്ഷെ ഓക്കില്ലല്ലോടാ. പിന്നെ എല്ലാവരും ആര് വെച്ചിട്ട് ഓള് പറഞ്ഞ റാംബോ ഫ്രണ്ട് ആണ് അവളെല്ലാവരും പറയും. ഓളോട് സംസാരിച്ച് ഇപ്പൊ കോളേജ് ഓളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇഷ്ടാന്ന്. ഇപ്പൊ പറയിപ്പിക്കും. അങ്ങനെയാണ് നമ്മളെല്ലാരും മുട്ടുകുത്തിക്കുന്നത്. ഹലോ ഹലോ ഫേസാ എടാ ഫേസ് കാണിക്കാൻ കഴിയില്ലടാ. എടാ ഫേസ് എന്തിനാടാ? ഹലോ നിക്കട ഞാൻ മാത്രം പറയൂ. ഹായ് ബേബിക്ക് എന്തല്ല പേരെന്താ മോളെ? സൗണ്ട് കുറവാണല്ലോ. പേര് സൗണ്ട് സീനുണ്ട്. പേരെന്താ? അരമണിക്കൂർ കാത്തു നിന്നിട്ട് കിട്ടിയെന്നൊരു പെണ്ണിനാ. ഹലോ പെണ്ണാ. എടാ എന്റെ മൈക്ക് ഓഫ് ആയിരുന്നല്ലോ. എത്ര സമയം മൈക്ക് ഓഫ് ആക്കി സംസാരിച്ചോണ്ടിരുന്നേ. ലൈവിലും കേട്ടില്ല. ലൈവില് മൈക്കല്ല, ഈ ലൊട്ടന്റെ ഈ മൈക്കില്ലേ നമ്മളെ ഐപ്രക്സ് ഇല്ലേ. ഹലോ ഹലോ ഹായ് ബ്രോ. പോയില്ലേ? ആടാ എന്ത് അവസ്ഥ നോക്കിയാ. നീ എത്ര സമയം നിക്കുന്നത്? ഒന്നല്ല, നീ കൊറേ സമയം പെണ്ണോടിക്കാൻ കയറിയാന്ന് നമുക്ക് മനസ്സിലായി. തിങ്ക് കിട്ടിയിട്ടില്ല. ഓ ശരി 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 വിശ്വസിച്ചടാ. മമ്മ ഒരു വളി വിട്ടോ നിൽക്കുക. ഇതെന്താണെടാ ഒരു സ്റ്റാൻഡേർഡാ. നിങ്ങളെ ചാറ്റ് എന്താ പണ്ടും നിങ്ങൾ ഇങ്ങനെയല്ല. ഇവൻ തന്നെയാണ് പോക്കിയത്. അന്ന് ബോംബ് പോലെ ഇട്ടിട്ട് എല്ലാരും കേട്ട്. ഓ കാര്യാന്നല്ലേ. ഇത് ബാണാ നോക്കിയാ എന്ത് ഉണ്ടപ്പോരിയാ നായിന്റെ മോനെ. ബാണാന്ന് നോക്കുന്നോനി അങ്ങോട്ട് മാറിക്ക്. ആദിൽ സോങ്ങോ? അതിൽ പാട്ട് പാടോ? പാട്ട് പാടും. മറ്റേ ഇതിലൊക്കെ ഫസ്റ്റ് അടിച്ചല്ലേ സ്റ്റാർ സിംഗറില് തേർഡ് റൗണ്ട് വരെ ഉണ്ടായിരുന്നു. അതിലൊരു സോങ്
പിന്നെ എന്റെ PC-ന്റെ പ്രശ്നമാണ്. നമ്മള് ഫോണിൽ കയറുമ്പോ പെട്ടെന്ന് ആൾക്കാരെ കിട്ടുന്നില്ലേ? എത്ര പെമ്പിള്ളേരെ കിട്ടിയേ? ഇതെന്താ ഇതില് മാത്രം കിട്ടാത്ത? ഇതെന്താ ഓട്ടോമാറ്റിക്? ഇത് ഓട്ടോ സ്കിപ്പിന്റെ എന്തോ ബഗ് ഉണ്ടടാ, അതാണിത്. 15 സെക്കൻഡ് ആകുമ്പോ ഓട്ടോ സ്കിപ്പ് ആയിക്കോട്ടെ. ഇതെന്താ പകലാ? നീ എവിടെയാ സ്ഥലം? UK. കാനഡയിൽ ഇപ്പൊ പകലാ? ആണോ? നീ ഭയങ്കര ശാന്തനായിട്ടിരിക്കുന്നത്. എത്ര സ്റ്റിക്ക് പൊട്ടി? കാനഡയില് ലീഗലല്ലേ? കഞ്ചാവ് ലീഗലല്ലേ? നീ അടിക്കലുണ്ടോ? തീരെ ഇങ്ങനത്തെ ഒരു പ്രത്യേകതരം ക്യാരക്ടർ. എന്താ ഇതിന്റെ പേര്? അവന്റെ വർത്താനം ശ്രദ്ധിച്ചാ നീ സംസാരം? എന്റെ ഇവിടെ ഒരു ശരത്ത്. ഇവിടെ ഒരു ചരത്തുണ്ട് കാനഡയിൽ എന്താ വർക്കാ? നാട്ടിലെവിടെയാ? നമുക്കൊരു പാട്ടുണ്ടല്ലോ. ഇവനല്ല നമ്മളെ കേട്ടാ. കേട്ടുണ്ട്. ഇത് കേട്ട് ഇത് പാട്ടാ. എന്നിട്ട് എന്താ കഥ? സുഖല്ല? സുഖം. ഇവിടെ ഇന്ന് ചെറിയ മഴയൊക്കെ ഉണ്ട്. മഴയാ? മഞ്ഞൊക്കെ മാറി മഞ്ഞുണ്ടല്ലേ കേരളത്തിൽ? മഞ്ഞ് ഒരു പോസിറ്റീവ് ഫേസ് അല്ലേ? ഒരു പോസിറ്റീവ് ഫേസ് അല്ലേ ഇവന്? അത് സംഭവം പ്രകൃതി മുഖം. പ്രകൃതി മുഖം. ശാന്ത സുന്ദര സമാധാനമായ മുഖം. എന്താ ചെയ്യുന്നത്? പഠിക്കുന്ന പൊട്ട അതല്ല പറഞ്ഞേ. എന്ത് പൊട്ടനാണ്? നേരത്തെ പറഞ്ഞില്ലേ? മമ്മ ഒരു പാട്ട് പാടുന്നുണ്ടോ? നമുക്ക് പാട്ട് പാടിയല്ലോ. അപ്പൊ ഓക്കെ ബ്രോ, കാണാം. എടാ പാട്ട് പാടാം. ആരാ പാട്ട് പാടുന്നത്? എല്ലാരും ഓരോന്ന് പാടി വേണം. നീ ശരിക്കും പാട്ട് പാടുമോ? ഏതാ? ഇങ്ങനെ ഒരു ഗെയിം, ഒരു പാട്ട് പാടിച്ച് എല്ലാരും പാടി വെക്കുക. ഏതാ? എടാ ഏതാ പാട്ട് പാടാം? ചാറ്റ് പറയുന്ന പാട്ട് പാടാം. മുഖം കാണി. നമുക്ക് പാട്ട് പാടാം. മതി. തൊട്ട ഭയങ്കര ലേറ്റ്. എടാ ഒരു പുഷപ്പ് ചലഞ്ച് ആക്കിയല്ല. എന്നാ ഇവൻ ഒഴികെ വേറെ ആരെങ്കിലും പുഷപ്പില് ആംറസ്ലിംഗ് തോപ്പിച്ച് 500 രൂപ ഇപ്പൊ ഞാൻ ലൈവായിട്ട് 500 രൂപ ജീപ്പ്. ശരത്തിന്റെ കൂടെ റാംബോന്റെ കൂടെ നീ തോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് സ്പോട്ടി 1000 രൂപ ജയിച്ച. പിടി. അല്ല നിക്ക് റാംബോനെ ഒന്ന് തോപ്പിച്ചിനൊക്കെ പോലെ. അത് നമുക്ക് കാണാം. आज डोनेटेड 40 രൂപ. ആദ്യം വേറെ ഒരാൾ വരും. മമ്മ ഇപ്പൊ ലൈവ് പറഞ്ഞു കൊടുക്കടാ. എപ്പ ലൈവ് നോക്കുന്ന പറഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? മാറ് ആയില്ല, പിടുത്ത ശരിയായിട്ടില്ല. സ്റ്റാർട്ട് പറയാറില്ല. ഫുള്ളോടാ നിങ്ങൾ ഹാഫിലാണ്? അല്ല ഫുള്ളോ. ഞാൻ ഫുള്ളോ. റാംബോ റാപ്പ് സോങ്. എടാ സോങ് ഏതാന്ന് ടൈപ്പ് ചെയ്യും. പറയുന്ന പാട്ട് പാടും. 1 2 3 സ്റ്റാർട്ട്. ഇത് അങ്ങോട്ടേക്ക് റെഡി 1 2 3 സ്റ്റാർട്ട്. വാസിയേറിയ പോരാട്ടത്തിൽ ആർജിക്ക് മാറി തോക്കുമെന്ന് കാത്തിരുന്ന ഷമീറും മെന്റലിസ്റ്റും കൂടി എന്താണ് ഞാൻ എന്തായാലും ഇറക്കി തോക്കും. ഞാൻ എന്തായാലും തോക്കും. നീ എത്ര ഉറപ്പ് നിൽക്കി പാടാ. റെഡി ഓക്കെ അല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. വാസിയേറിയ പോരാട്ടത്തിന്റെ
മോനെ ബളിയൊന്നും പിടിച്ചേക്കാൻ കുറച്ചേരം പിടിച്ചു നിന്നിട്ടുണ്ട് അതിട്ട് ഇട്ടാ ബസ് കയറിയ ബസ് എടാ എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയടാ അത് ഞാൻ പറഞ്ഞിട്ടില്ലടാ അതൊന്ന് പറയടാ ആരെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട് മെന്റലിസം ഹിപ്നോസിസും എടാ വേറൊരു സംഭവം ഉണ്ട് വിളിക്കുന്നുണ്ട് അടുത്ത ഫൈനൽ റൗണ്ടിലേക്ക് റാംബോ നമ്മളെ MRCന്റെ മാനം നീ കാക്കണം. ബാ, ബാ, പവറ്, പവറ്. ബാ, 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 ബാ. പൊട്ടിക്ക്, പൊട്ടിക്ക്, പൊട്ടിക്ക്. ബാ, ബാ, ബാ. ഇല്ല, ഇല്ല, ഇല്ല. നീ കളിച്ചിട്ട് പോയാ മൈര്യ. ബാടാ, ബാ, ബാ, ബാ. തോപ്പിക്കടാ. MRC ടീമിലെ പ്രതിനിധിയായിട്ടുള്ള റാംബോ. ബാ, ബാ, ബാ. Are you ready? Okay? എടാ ഇത് ഏയ്, ഏയ്. ആയില്ല. Position okay? Okay? Ready? 1, 2, 3, start! റാംബോ, റാംബോ, ബാ. Come on. Come on. Come on. പൈസ 1000 രൂപ ഗൂഗിൾ പേ. സ്പോട്ടില് ഗൂഗിൾ പേ. ചെക്കൻ സ്പോട്ടില് പൈസ ഉണ്ടാക്കി 1000 രൂപ ഉണ്ടാക്കി ചെക്കൻ. പൈസ വിട്ടെ? മാറ നമ്പർ പറയണ്ട, അടിച്ചോ. 1000 രൂപ കയ്യിൽ നിന്ന് വെച്ചിട്ടുണ്ട്. നമ്പർ കാണിക്കണ്ട. 1000 അല്ലേ? 500 പറഞ്ഞ? ഞാൻ 1000 പറഞ്ഞു. ആ നീ 1000 പറഞ്ഞു. കാണിക്ക് അത് ഓനെ നമ്പർ റിവീൽ ആവടോ. അല്ല എല്ലാവിനാ മൂത്ത. എടാ അത് ഡബിൾ സ്പാം ചെയ്യാൻ പറയണം. ചെയ്തില്ലേ? ഫൗള് ആരെ ഫൗളാണ് എനിക്കറിയില്ല. നീ പറ ഫൗളാണോ? ഫൗളല്ലടാ ഫൗളല്ല ഓൻ പറഞ്ഞു. ഓപ്പണന്റ് പറഞ്ഞു ഫൗളല്ല. ഗെയിം ഓവർ ഫൗള് പറഞ്ഞല്ല. സമം ചെയ്തിട്ടുണ്ട്. ഫൗളാണോ? റീമാച്ച് ചെയ്യണോ? പുഷപ്പ് ചലഞ്ച് ഉണ്ടെങ്കോ പോയട്ടോ. അച്ഛനുണ്ടോ? ഞാൻ പുറത്തു പോയെന്ന്. ഞാൻ ലൈവ് എടുത്ത് ഞാൻ പുറത്തു പോയി. ഞാൻ ഒരു റൗണ്ട് അടിക്കട്ടെ. പുറത്തുനിന്ന് മെന്റലിസം ചെയ്താൽ ലൈവ് കാണിക്കാൻ പറ്റൂല. പക്ഷെ ലൈവ് IR ഞാൻ ക്യാമറമാൻ വേണം. ജെറിനെപ്പോ വരാൻ പറഞ്ഞ ക്യാമറമാൻ ലീവാടാ. ഫൗൾ റാംബോ ഫൗളാന്ന്. എടാ അല്ലടാ ഫൗളല്ലടാ. കാലെ കൊണ്ട് കുത്തി. എടാ ഓപ്പണന്റ് ഫൗളല്ല പറഞ്ഞു. പിന്നെന്താ റീമാച്ചോ? റാംബോ നമ്പർ ലീക്കോ? റീമാച്ച് ചെയ്യണോ? വിഷയം മാറ്റിയതാ. ഒരു വിഷയം മാറ്റി. ഇങ്ങോട്ട് നോക്കൂ. പാട്ട് ഏതാ സോങ് ഏതാ കരോക്കെ ഏതാ സോങ് പറ. ചാറ്റ് ആ പാട്ടിന് വരുന്നടാ. പാടാ അത് വേണ്ടല്ലോ. അത് നമ്മളെ കൊണ്ട് നടക്കൂല. സോങ് വിത്ത് ലിറിക്സ്. അത് പാട്ടിന്റെ പേരല്ല മാറി. അതല്ല പാട്ടിന്റെ പേരെല്ലാം പറയാം. എത്ര നാള് കാത്തിരുന്ന് മുമ്പ് കാണുക. മാപ്പിള പട്ടിക്ക് ഇങ്ങനത്തെ കുറെ പാട്ടുകളെ ഇഷ്ടം. ആട്ടും തൊട്ടിയിലാണ്. ചാറ്റ് പറ. എടാ ഒരു പാട്ടിന്റെ പേര് പറ മുത്തേ. ഈ ഫൗള് എന്ന് പറഞ്ഞിട്ട് കൊറേ സമയമല്ല കഴിഞ്ഞത്. മനസ്സിലാ? കണിമേ എന്ത് കണിമേ? സാമ്പാറിന് എത്ര പ്രാവശ്യം പാടി മോനെ. എടാ പെട്ടെന്ന് പറ. ഞാൻ പോയെന്ന് പെട്ടെന്ന് പറ മോനെ. ദിൽഷാദാ? അത് ഒരാളെ പേരല്ലേ? ചല്ലേതോ? ആ ഓക്കെ. ചല്ലാന്ന് കുറെ ആള് പറയുന്നു. എടാ ഇത് പാടാൻ ഭയങ്കര പാടല്ലേ? മെന്റലിസ്റ്റിനല്ലോ മൈക്കെടുക്ക്. ആരാ പാടുന്നവളാരാ? ആയില്ല ആരാ പാടുന്നത്? എല്ലാവർക്കും പാടാം. ഓക്കെ
लाल मेरा रंग ने जौना मिले तो लाल मेरा रंग ने तेरा नाम भी बे रंग लाया गुलाब तेरे नाम भी बुलबुल से कर एक दिल पे जल गई जो तेरे इश्क में तो मिल जाए जब भी हूँ की है मैं तेनू भुल्ले आने देवी मैं तेनू भुल्ले आने जीवे में रब भुल्ले देवी मैं रब तूने भुली अरे रंदो बोले जानवी चिंपा तेरे കൊളായി അവിടെ ഇങ്ങനത്തെ പാട്ട് പാടണം സിമ്പിൾ ആയിട്ടുള്ള പാട്ട് അതിന്റെ മലയാളം ഇത് കിട്ടുമെങ്കിൽ നമുക്ക് പാടാം ഒരാളായിട്ട് പാടാം ഒരാളായിട്ട് നിക്ക് എടാ ഒരു പാട്ട് പറയടാ വേടൻ സോങ് വേടന്റെ പാട്ട് പാടാ മോനെ അതാവുമ്പോ നമുക്കെല്ലാം പാടാൻ പറ്റും എന്ത് വേടന്റെ പാട്ട് ലോകത്ത് വേടനെ കൊണ്ട് മാത്രമേ പാടാൻ കഴിയും മോനെ മര്യാദക്ക് ഇത് ഇതെല്ലാം നല്ല കുതന്ത്രം നമുക്ക് പാടാൻ പറ്റും കുതന്ത്രം പാടാ വേറെ ഏതാ അല്ലെ കുതന്ത്രം പാടല ഒരാൾ പാടുന്നോ ഒരാളായ ഒരുമാതിരിയാവും എല്ലാരും ഓരോ ഗബ്രിന്റെ ഓട്ടോടിയിലും മറ്റേ അല്ല വേണ്ട ഭയങ്കര പാടാവനെ പാടാൻ ഇത് പാടാം ഒരാൾ ഓക്കെ ഫസ്റ്റ് ഷമീർ അല്ല മമ്മു പഠിക്കാം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുയില്ല കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും എല്ലാരും പാടണം ഇവിടെ നിങ്ങൾ പെട്ടെന്ന് ഒരാൾ എന്നാ കുറച്ച് ബാക്കിലോട്ടുന്ന എല്ലാവരും ഓക്കെ കുറച്ച് ബാക്കിലോട്ടുന്ന അതിലില്ല സ്ക്രീനില് ഓക്കെ റെഡി നീ ആദ്യം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവ് ചെറിയ ഭൂമിയെല്ലാം വിധിച്ചത് നമുക്ക് ഉച്ചക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക് ചെറി പൂത്താലും താമര കണക്ക് ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക് കഥയൊന്നും അറിയാത്ത കൂട്ടം കുരങ്ങിലാണ് പൂന്തോട്ടം വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം കുരുകി കൂട്ടും പോലെ കൂട്ടിയില്ലേ ഉരുൾത്തട്ട് കുതിര പോലെ പാഞ്ഞു നല്ല പുല്ലിക്കെട്ട് കാറ് വിട്ട കാള ജീവിതമേ ജല്ലിക്കെട്ട് കണ്ണുമൂടി മന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ ഇൻട്രൽ എന്റെ ഒന്ന് ചെറിയ കാണിച്ചതാ അടുത്ത പാട്ട് എടാ എല്ലാം വരുന്ന ചാറ്റ് മൊത്തം എല്ലാം വരുന്ന പോലെ എല്ലാം വരുന്നു നല്ലൊരു പാട്ട് പാടിയിട്ടെങ്കിൽ ഡബിൾ ഇടാക്കാൻ പറ്റില്ല നല്ല പാട്ട് പെട്ടെന്ന് നല്ല പാട്ട് പാടിക്കോ എന്നാലും ഡബിൾ വരും അടുത്ത പറ നല്ല അടിപൊളി സാധനം ആ മറ്റേ പാട്ടില്ല ആ തമിഴ് ആ പാട്ട് അതിന്റെ ഡീസലാണ് പിടിച്ചോ ഞാൻ പറയോ നിക്ക്
പച്ച കുത്തിക്കിന്നെ അടി ഇതെന്താ ഇത് വരാത്ത വരിയെല്ലാം നേരത്തെ പോയി നീ എപ്പ പാടുന്നേ ആണോ Alan Shah ഒരു അതാ മലയാളം ഇതാ Adil standalone song. ആദിൽ സ്റ്റാൻഡ് അലോൺ സോങ് ആദിൽ ഒറ്റക്ക് പാടാനാ പറയുന്നത് ആൾക്കാരാണ് പറയുന്നത് നമുക്കറിയില്ല മോനെ ആദിലിനോട് പാടാനാണ് ആൾക്കാർ പറയുന്നത് പാടാനുള്ള കൈവാന്റെ അടുത്തോട്ട് പോലും പോയി മണിച്ചേട്ടൻ മണിച്ചേട്ടൻ്റെ ഏത് പാട്ട് മണിച്ചേട്ടൻ നമുക്ക് മണിച്ചേട്ടന്റെ പാട്ട് പാടേ അത് പാടാം എല്ലാവർക്കും കൂടി ചാലക്കുടി ചന്തക്ക് പോയാലോ പാടിയാലോ നിക്ക് ആയി പച്ച കുത്തിക്കിന്നെ നിക്കാറായിട്ടില്ല ഓ പാടുന്നുണ്ട് വേക്കുന്നേ അന്ന് ഇതല്ല ആ മലയാളത്തിൽ ഞങ്ങൾക്കും കാണാല നിക്ക് പച്ച കുത്തിക്കിണേ ഉന്നോட പേര് വലിയ കൊടുച്ചുണ്ട് 10,000 ആടുള്ളത് 10,000 10,000 നിക്ക് ഇനി അങ്ങനെ പാടാ ഉണ്ടായിരിക്കണോ കഥ മാർക്കണോ എന്നോട് കുളന്തണോ എന്നോട് കൊടുക്കണോ എന്നോട് കൊലിക്കണോ ഇതെന്തല്ലോ ആയി എല്ലാം വരുന്നുണ്ട് ചാറ്റ് മൊത്തം അല്ലാതെ പെട്ടെന്ന് കടല് മേലെ മെതുകര നീ ആകാശത്തിൽ നടക്കറ നീ കടല് മേലെ മെതുകര നീ ആകാശത്തിൽ പറക്കുന്ന ഇല്ല നടക്കൂല അടുത്ത കരിക്ക് ന്യൂ എപ്പിസോഡ് പോടാ പട്ടി എടാ നല്ല പേര് പറ നല്ല പാട്ടിന്റെ പേര് പറ മണിച്ചേട്ടത്തിന് ഇട്ടാലോ നിനക്ക് മൺചാട്ടിന്റെ ഏതാ പാട്ട് ചാലക്കുടി അയച്ചോ ചാറ്റ് പറഞ്ഞു നിക്ക് ചാറ്റ് ഏതാ പറയുന്നത് അത് പാടാം ഞാൻ കടൽ മേലെ തൂറി നീ ആദായത്തിൽ വാരി കടൽ മേലെ തൂറി നീ ആദായത്തിൽ വാരി അമ്മക്കുട്ടി തങ്കമേതാ ഞാൻ കടല് തങ്കമ്മേ അതെ കണക്കണ തങ്കമ്മേ അത് വേണോ എടാ പാട്ട് എല്ലാവരും രണ്ടുപേരെയും നമുക്ക് പാടാം നമുക്ക് മണിച്ചേട്ടൻ കരോക്കെ സോങ് നടിക്കാം അതായത് എടാ അത് വേണം എനിക്ക് ഇഷ്ടമല്ല വേറെ മറ്റേ ഇപ്പം കൊറേ റീൽസിലെല്ലാം വരുന്ന തങ്കമ്മ അതാ അതേതാ പാട്ട് ഇതിന്റെ പേരെന്താ തങ്കമ്മേന്നായിരിക്കും നീ അടിച്ചോ തങ്കമ്മ അടിച്ച തങ്കമ്മ മണിച്ചേട്ടൻ വരുത്തന്റെ പോ അതന്നെ ഓക്കെ റെഡി വരുത്തന്റെ ഒപ്പം ഒളിച്ചു കൊടിയ തങ്കമ്മേ നിന്റെ പരക്കം പാച്ചിൽ തങ്കമ്മേ വരുത്തന്റെ ഒപ്പം ഒളിച്ചു കൊടിയ തങ്കമ്മേ 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 വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണ് തങ്കമ്മേ ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ തങ്കമ്മേ നിന്റെ പരക്കം പാച്ചിലിനോട് തങ്കമ്മേ കഴിഞ്ഞടാ അത് അത്രേ അതിൽ 1 മിനിറ്റ് അതിൽ കാണിക്കുന്നുള്ളൂ മുത്ത ഡബ്ല്യൂ ആണ് ഇത്ര സമയം ഓക്കെ എൽ സോങ് പാടി ഇപ്പൊ ഡബ്ല്യൂ ഇടണം മുത്ത ഇപ്പൊ ഡബ്ല്യൂ ഇടണം കാര്യം പറയാലോ ചേർത്തല്ലേ വരുത്തന്റെ പേര് ഒളിഞ്ഞു നീ തങ്കമ്മേ നിന്റെ പരകമ്പ ചെറിയോട് കിട്ടിയോടി